വള്ളങ്ങളുണ്ട്, അതിന്റെ മധ്യേ ഒരു വിധാനം ഉണ്ടാക്കട്ടെ, വെള്ളവും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ആ വിധാനത്തിനാണ് ആകാശം. ആ ആകാശത്തിന് താഴിലേക്ക് നോക്കുമ്പോഴാണ് എന്ത്, ആഴത്തിന്മിതേ ഇരുളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരെണ്ണം വായിക്കുമ്പോ അപ്പൊ തന്നെ ചോദ്യം ഉണ്ടാവും എനിക്ക്. ആ ചോദിച്ചിട്ട് അത് ആരോടാണ് ചോദിക്കുന്നത്? ദൈവത്തോട് തന്നെ ചോദിക്കുന്നത്. ദൈവം എനിക്കിതൊന്നും അറിയത്തില്ല, നീ എനിക്കൊന്ന് പറഞ്ഞതാ. ചോദിച്ച് പഠിക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. ആരും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ആർട്ടി ബ്രദർ ഒരു കാര്യം ചെയ്യൂ, നമ്മൾ ഈ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് മറന്നു കളയുക, അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ മറന്നു കളയുക. നമുക്ക് അതല്ല ആവശ്യം. നിങ്ങൾക്കൊരു ഗ്രന്ഥം നിങ്ങളുടെ മുൻപിൽ വാങ്ങിക്കാൻ കിട്ടും, നിങ്ങളത് വാങ്ങിക്കുക. അതേസമയം ഞങ്ങൾ നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഖുറാൻ ഞങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാൻ കിട്ടത്തില്ല, നിങ്ങളുടെ ഹദീസ് ഞങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങളുടെ സീറയോ അല്ലെങ്കിൽ തഫ്സീറോ ഞങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങളുടെ മദ്രസ ബുക്കുകളൊന്നും ഞങ്ങൾക്ക് വിൽക്കാനോ ഞങ്ങൾക്ക് തരാനോ പാടില്ല എന്നാണ് നിങ്ങളുടെ മത അധ്യാപകരുടെ കർശന നിയമം. പക്ഷെ ഞങ്ങൾ അത് വേറെ രീതിയിൽ സംഘടിപ്പിച്ച് ഞങ്ങൾ വായിക്കുന്നു, പഠിക്കുന്നു. അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഈ ബൈബിൾ കിട്ടണോ? സുന്ദരമായിട്ട് ഒരു കടയിൽ ചെന്നിട്ട് എനിക്കൊരു ബൈബിൾ വേണം എന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും ഒരു കിട്ടില്ല. എന്ത് കേട്ടില്ല? അപ്പോ ദാറ്റ് മീൻസ് നിങ്ങൾ സമ്മതിക്കുന്നു ഖുറാൻ കിട്ടാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് താങ്കൾ ചോദിച്ചപ്പോൾ താങ്കൾ തന്നെ സമ്മതിക്കുകയാണ് ഹദീസ്, തഫ്സീർ അല്ലെങ്കിൽ സീറകള് അല്ലെങ്കിൽ മദ്രസ ബുക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ ഇപ്പൊ സമ്മതിക്കുകയാണ്. താങ്ക് യു. അതിന് വളരെ നന്ദി. ഓക്കെ. അപ്പോ എന്തായാലും ബാക്കി ഇത്രയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഏത് ബുക്ക് വേണമെങ്കിലും ബൈബിൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് വിൽക്കുന്ന സ്റ്റോളിലാണെങ്കിലോ നിങ്ങൾ കാശ് കൊടുത്താൽ മതി, കിട്ടും. അല്ല, അത് ഇസ്ലാമിക് ഗ്രന്ഥങ്ങളും കിട്ടുമല്ലോ, ഖുറാനും ഹദീസുകളും ഗ്രന്ഥങ്ങളൊക്കെ ആർക്കും വാങ്ങാൻ കിട്ടും. എവിടെ കിട്ടും? ഞങ്ങൾ ഹദീസ് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ. ആര് തരുന്നില്ല? നിങ്ങളുടെ കടകളിൽ നിന്ന്, ഇത് വിൽക്കുന്ന കടകളിൽ നിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല സുഹൃത്തെ. നിങ്ങൾ എന്തോരം വെളുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഞങ്ങളുടെ കൊണ്ട് വാങ്ങിക്കുന്നതാ. അവിടെ പേര് ചോദിച്ചിട്ടില്ലല്ലോ ബുക്ക് കൊടുക്കുന്നത്. ഇസ്ലാമിക് ഗ്രന്ഥ പേര് ബുക്ക് വെക്കുന്നത്. അല്ല, അത് വിടും. പോയിന്റിലേക്ക് വരാം. അപ്പൊ എന്തായാലും കിട്ടുന്നില്ല കാര്യം ഓക്കെയാണ്. എന്തായാലും നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പൊ ആർട്ടി ബ്രദർ ഒരു കാര്യം ചെയ്യൂ, നമ്മൾ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിമാറി പോകും, അത് വേറെ രീതിയിലേക്ക് പോകണ്ട. എനിക്കൊരു ഇരിക്കട്ടെ, ഞാൻ ആർട്ടി ബ്രദറിന് മറുപടി കൊടുക്കട്ടെ. ആർട്ടി ബ്രദർ ഒരു കാര്യം ചെയ്യും, ആരെന്ത് പറയുന്നു അതൊക്കെ മറന്നു കളയാം, നമുക്ക് അതൊന്നും വേണ്ട. താങ്കൾ ബൈബിള് പഠിക്കുക. ഞാൻ ഖുറാൻ എങ്ങനെയാണ് കേട്ടിട്ടുള്ളതായിട്ടുള്ള ധാരണകൾ. പക്ഷെ അതിപ്പോ ഇവിടെ വെച്ച് സംശയ നിവാരണം നടത്താന് ബൈബിള് വായിക്കാതെ നിങ്ങള് നല്ലതല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ബൈബിള് മുഴുവൻ വായിക്കാതെ സംശയ നിവാരണങ്ങൾ അല്ല, ഒരു ഗ്രന്ഥവും നമ്മൾ അറിയിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ സിനിമ കാണാതെ ആ സിനിമ മോശമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ഒരു നല്ലൊരു സിനിമ അത് കണ്ടവരൊക്കെ പറയുന്നു നല്ലതാണ്, നിങ്ങളത് കാണാതെ പറയുവാണ് അത് മോശമാണ് എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അത് മോശമാണെന്ന് പറഞ്ഞാൽ മോശമല്ലേ സുഹൃത്തെ? അത് വേണ്ട, നിങ്ങൾ വായിക്കൂ, അതിന്റെ സത്യം മനസ്സിലാക്കൂ, എന്നിട്ട് വന്നിട്ട് ചോദിക്കൂ. പിന്നെ ബൈബിള് എന്ന് പറയുമ്പോ കൊറേ ഉണ്ടല്ലോ, വായിക്കണം. കൂടുതലുള്ളതും കുറഞ്ഞതുള്ളതും. നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ എന്താ കുഴപ്പം? അദ്ദേഹത്തിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. തീർച്ചയായിട്ടും. അദ്ദേഹത്തോട് ഇപ്പൊ നമ്മൾ ബൈബിൾ മുഴുവൻ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം ചുരുങ്ങിയത് എടുക്കും. നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്. ജെന്യുവിൻ ആയിട്ടുള്ള ചോദ്യം ആണെങ്കിൽ, അദ്ദേഹം വാസ്തവത്തിൽ അറിയാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് ഹിം. അദ്ദേഹം നന്നായി സംസാരിക്കുന്നല്ലോ. ഞാൻ എടുത്തോട്ടെ എന്നാ പിന്നെ? തീർച്ചയായിട്ടും. കാരണം ഞാൻ എടുക്കാഞ്ഞത് അത് ജെനുവിൻ അല്ലാന്ന് തോന്നിയത് കൊണ്ടാണ്. ബ്രദർ സംസാരിച്ച ക്ലിയർ ആവും. നോ പ്രോബ്ലം. നമുക്ക് നോക്കാം. ജസ്റ്റ് ബ്രദറിന്റെ ചോദ്യം എന്താ ബ്രദറെ? എന്താണ് താങ്കൾക്ക് എന്താ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്? താങ്കൾക്ക് ഇതറിയാവോ ബ്രദറെ? താങ്കൾക്ക് ഇതറിയാവോ? താങ്കളുടെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം ശരിയാണ് എന്ന് എഴുതിയിരിക്കുന്നത് അറിയാമല്ലോ അല്ലേ? ഹലോ, മൈക്ക് എടുത്തോളൂ.
അങ്ങനെയല്ല ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് കെട്ടിച്ചമച്ചുള്ളതാണ് എന്നുള്ള യക്തുബൂന ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട് എഴുതിണ്ടാക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത്. ഏഹ് അതായത് ക്രൈസ്തവരുടെ കയ്യിലുള്ളത് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയതെന്നാണ് താങ്കൾ അറിഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? അതെ അതെ. ഓക്കെ. അതിന് താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവായിട്ട് താങ്കളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ, അതോ താങ്കൾ ജസ്റ്റ് കേട്ടുള്ള അറിവ് മാത്രമാണോ? അല്ല, ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഓക്കെ കണ്ടിട്ടുള്ള ഭാഗം. ഓക്കെ 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 എടുത്തോളൂ ബ്രദറെ, എടുത്തോളൂ. അങ്ങനെ അതായത് ക്രൈസ്തവരുടെ കയ്യിലുള്ളത് തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്ത് ഞങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരൂ. അത് കാണാനുള്ള ഒരു താല്പര്യമുണ്ട്. 2:79 സംശയം. ഓക്കെ, അത് എടുത്തോളൂ. 2:79 എടുത്തോ. ആരെടുക്കുന്നോ അതോ ഞാൻ എടുത്ത് വായിച്ച് കേൾപ്പിക്കണോ? 2:79 ആണെങ്കിൽ ഞാൻ എടുക്കാനിരിക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. അല്ല അല്ല, എടുത്തോ, കുഴപ്പമില്ല. അതായത് ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകം തിരുത്തപ്പെട്ടതാണെന്ന് എഴുതിയിരിക്കുന്ന ഭാഗം ഇപ്പോ മെഹബൂബ് പറഞ്ഞത് നിങ്ങൾ അദ്ദേഹത്തോട് ചേർന്ന് അത് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വായിച്ചോളൂ. അതല്ല ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അല്ല, അത് യഹൂദരെ പറ്റിയാവും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കേട്ടോ മെഹബൂബാണ് ഈ 6 തെറ്റിക്കുന്നത്. അദ്ദേഹം എടുക്കട്ടെ, ചിലപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആയത്ത് ചിലപ്പോ അതായിരിക്കത്തില്ല. മെഹബൂബ് പറഞ്ഞത് 2:79 ആണ്. ബ്രദറെ, അത് ഇങ്ങനെയാ പറയുന്നത്, ഞാൻ വായിക്കാം, കുഴപ്പമില്ല. എന്നാൽ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് നാശം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു. അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. ഇത് എവിടെയാണ് ബ്രദറെ ഇതിനകത്ത് ബൈബിള് അങ്ങനെ ചോദിക്കണ്ട. അദ്ദേഹം തന്നെ പറയട്ടെ ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറയട്ടെ. അല്ലെങ്കിൽ നമ്മളായിട്ട് ഒരു വ്യാഖ്യാനവും വേണ്ട, അവരുമായിട്ടും വേണ്ട. നമുക്ക് ഖുറാൻ പഠിക്കുവാന്നല്ലോ, അവരെന്താണ് കേട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഓക്കെ, അത് വായിച്ചു. ഇനി പറഞ്ഞോളൂ. ആറ് പറഞ്ഞോളൂ. അതിനകത്ത് ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൈക്ക് എടുത്തോളൂ. ആറിന് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ്. അതെ. അതിനകത്ത് ക്രൈസ്തവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അവിടെ പറഞ്ഞു വരുന്നത് ആ പശുവിന്റെ കഥയാണ്. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 75 ഒന്ന് വായിക്കാം. അല്ല, ഓക്കെ, വായിക്കാം, അത് വായിക്കാം. പക്ഷെ ഈ ആയത്തിനകത്ത് ക്രൈസ്തവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞ എന്താണ് യഹൂദികള്, അതായത് അവരുടെ പഴയ നിയമമാണല്ലോ അല്ലെ യഹൂദികളുടെ. നോ ബ്രദറെ, ഇവിടെ യഹൂദികൾ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്രൈസ്തവരെന്ന് പറഞ്ഞിട്ടുണ്ടോ, മുൻ വേദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ, തോറ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇഞ്ചീൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയൂ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മുൻ വേദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ യഹൂദികളുടെ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ പറഞ്ഞിട്ട് അവർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദികളാണ്. ഓക്കെ. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവരെല്ലാവരും അല്ല, അവിടെ നിങ്ങൾ അതിന്റെ ഒരായത്തും കൂടെ മുമ്പ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഒരു പശുവിന്റെ കഥ പറയുന്നുണ്ട്. പശുവിനെ അറക്കാൻ പറ്റുന്ന ആ കഥ, യഹൂദികളോട് മൂസാ നബി പറയുന്ന ആ കഥ. എന്നിട്ട് നിങ്ങൾ ഒരാളെ കൊന്നു, എന്നിട്ട് അതിൽ തർക്കിച്ചു, നിങ്ങൾ മറച്ചു വെക്കുന്നത് അള്ളാഹു കൊണ്ടുവരും, എന്നിട്ട് അതിന്റെ ഭാഗം കൊണ്ട് അടിക്കുക, അതുപോലെയാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത് തുടങ്ങി പറഞ്ഞിട്ട് പിന്നെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, പാറ പോലെ പറഞ്ഞു വരുന്നത് ആ യഹൂദികൾ, മൂസാ നബി സംസാരിച്ച യഹൂദികളെ കുറിച്ച്. എന്നിട്ട് പിന്നെയും പറയാണ് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ അവർ വിശ്വസിക്കുന്നു? അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ
വാക്കുകളെ കേൾക്കുകയും എന്നിട്ട് അതിനെ തിരുത്തുകയും അല്ല ചിന്തിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കിയതിന് ഞാൻ ശേഷം വായിക്കും. തിരുത്തുകയും ചെയ്യുക. ആർ.ടി. ബ്രദറെ, ഞാൻ വായിക്കണോ? പറയൂ, ഞാൻ വായിക്കണമെങ്കിൽ വായിക്കാം. എസ് ബ്രദറെ വായിക്കും. വായിക്കുന്നതിന് മുമ്പേ ഈ മൂസ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചു, യഹൂദി ആണോ എന്ന് ചോദിച്ചത്. അല്ല, മുസ്ലിം എന്ന് ആ, മുസ്ലിം ആ, എന്ന് ആ, പറഞ്ഞ വായിക്കണോ? വായിക്കണമെങ്കിൽ ഞാൻ വായിക്കാം. ഓക്കെ, ഒരു പണി ചെയ്യാം എസ് ജി. 78 തൊട്ട് അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കും. 78 തൊട്ട് അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കും. 78 70. ഓക്കെ, 70 തൊട്ട് വായിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല. 70 തൊട്ട് വായിച്ചു കൊടുക്കും. എത്രയിന്റെ 70? 2-ന്റെ. 2-ന്റെ. ഓക്കെ. ഇതാ 2-ന്റെ 70 കുറച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അവർ പറഞ്ഞു. അപ്പൊ ഈ അവർ ആരാണ് എന്നുള്ളത് നമുക്ക് അതിന് മുന്നേ നോക്കണോ? മുന്നേ നോക്കാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് നോക്കേണ്ടി വരും. അതിന്റെ വൈദ് കാലം മൂസ വിശദീകരിച്ചു തരുമ്പോൾ ഞങ്ങൾ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം, അതെന്നാണ് അവൻ പറയുന്നത്. അപ്പൊ മൂസയുടെ മുൻപിലുള്ള ജനങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ശരിയാണോ? 67-ാമത്തെ ആയത്തിൽ നിങ്ങൾ വായിക്കണേ. ശരി, 67 മുതൽ വായിക്കാം, കുഴപ്പമില്ല. അള്ളാഹു നിങ്ങളോട്, അതായത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മൂസയുടെ മുൻപിലുള്ള ജനങ്ങളെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ പറയുന്നത്. നമുക്ക് വേണം വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അള്ളാഹു അത് നിങ്ങൾ ഒരു അത്ര- പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ തന്റെ, അതെ യെസ്, മൂസയുടെ മുമ്പിലുള്ള ജനമാണ്. ഓക്കെ, മൂസയുടെ മുമ്പിലുള്ള ജനതയോട് പറയുന്നത്. സന്ദർഭം ശ്രദ്ധിക്കുക. താങ്കളെ പരിഹസിക്കുകയാണോ? അദ്ദേഹം മൂസ പറഞ്ഞു, വിവരം കെട്ടവനാണെങ്കിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹു അഭയം പ്രാപിക്കുന്നു. അപ്പൊ മൂസയുടെ മുമ്പിലുള്ള ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി 70 വായിക്കാമല്ലോ. വായിക്കട്ടെ 70. ഇനി 70 പോണോ? 70 അല്ല, വായിച്ചോ. മൂസയുടെ മുൻപിലുള്ള ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ മൂസയുടെ എസ് ജി, മുൻപിലുള്ള എസ് ജി, അവർ എന്ന് പറയുന്നത് എസ് ജി, 70 വായിച്ചോ. എസ് ജി. അല്ല എസ് ജി, ഒരു മിനിറ്റ്. എസ് ജി, Yes, 67 തൊട്ട് കണ്ടിന്യൂസ് അങ്ങ് വായിച്ചു പോക്കോ, കണ്ടിന്യൂസ് വായിച്ചു പോക്കോ, സമയം സേവ് ചെയ്യാനായിട്ട്. സേവ്യ. ഓക്കെ. അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. അവർ പറഞ്ഞു, അത് ഏത് തരമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. ഏത് തരം എന്ന് ചോദിച്ചാൽ പശുവിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. മൂസ പറഞ്ഞു, പ്രായം വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ അല്ലാത്ത ഇടപ്രായത്തിലുള്ള ഒരു പശു ആയിരിക്കണം, അതെന്നാണ് അവൻ പറയുന്നത്. അതിനാൽ കൽപ്പിക്കപ്പെടുന്ന പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക. 69. അവർ പറഞ്ഞു, അതിന്റെ നിറം എന്തായിരിക്കണമെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പശു ആയിരിക്കണം, അതെന്നാണ് അവൻ പറയുന്നത്. ഈ അവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ് കേട്ടോ. ഇനി 70. അവർ പറഞ്ഞു, മൂസയുടെ മുമ്പിലുള്ള ജനം, അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ താങ്കളുടെ രക്ഷിതാവിനോട്, താങ്കൾ എന്ന് പറയുന്ന മൂസ, താങ്കളുടെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം. 71. അപ്പൊ മൂസ പറഞ്ഞു, നിലം ഉഴുതുവാനോ വിള നനയ്ക്കുവാനോ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പാടുകളൊന്നുമില്ലാത്ത അവികലമായ ഒരു പശുവായിരിക്കണം, അതെന്നാണ് അള്ളാഹു പറയുന്നത്. അവർ പറഞ്ഞു, ഇപ്പോഴാണ് താങ്കൾ ശരിയായ വിവരം നൽകിയത്. അങ്ങനെ അവർ അതിനെ അറുത്തു. അവർക്കത് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല. 72. ഇസ്രായേൽ സന്തതികൾ, അവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. എന്നാൽ നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇനി 73 വായിക്കണം. 73. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ ഏതിന്റെ പശുവിന്റെ ഒരംശം കൊണ്ട് മൃതദേഹത്തിൽ അടിക്കുക. അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ, അതായത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവൻ കാണിച്ചു തരുന്നു. 74 വായിക്കണോ?
അത് വായിക്കണം, അത് വായിക്കണം. ഓക്കെ, ബ്രദറെ വായിക്കാം വായിക്കാം. 79 വരെ വായിക്കും. 79 വരെ വായിക്കും. ഓക്കെ ഓക്കെ. പിന്നീട് അതിനുശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടുത്തുപോയി, അവ പാറ പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു. പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകാറുണ്ട്. ചിലത് പിളർന്ന വെള്ളം പുറത്തു വരുന്നു. ചിലത് ദൈവഭയത്താൽ താഴോട്ട് ഉരുണ്ടു വീഴുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന യാതൊന്നിനെ പറ്റിയും അള്ളാഹു ഒട്ടും അശ്രദ്ധനല്ല. വിശ്വാസികളെ, നിങ്ങൾ യഹൂദരെ കുറിച്ച് വിശ്വസിക്കുമെന്ന് നിങ്ങൾ മോഹിക്കുകയാണോ? അവരിൽ ഒരു വിഭാഗവും അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷം ബോധപൂർവം തന്നെ അതിൽ നിന്ന് കൃത്രിമം കാണിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ. 76. വിശ്വസിച്ചവരെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തമ്മിൽ തനിച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയും, അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ ഇവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? നിങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധിയിൽ അവർ നിങ്ങൾക്കെതിരിൽ അത് വെച്ച് ന്യായവാദം നടത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? 77. എന്നാൽ അവർക്കറിഞ്ഞുകൂടെ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന്. 78. അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും അവരിൽ, അതായത് ഇസ്രായേലിയരിൽ ഉണ്ട്. ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദ ഗ്രന്ഥത്തെ പറ്റി അവർക്ക് ഒന്നും അറിയില്ല. അവർ ഊഹത്തെ അവലംബിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, 79. 79 വായിക്കണോ? വേണ്ട, ശരി. അതും കൂടെ അങ്ങ് വായിച്ചേരാം. ഓക്കെ ഓക്കെ. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു അവരിത് ചെയ്യുന്നത്. അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. ഓക്കെ. ബ്രദർ എന്തോ പറയാൻ ഉദ്ദേശിച്ചെന്ന് പെട്ടെന്ന് പറയാവോ? എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ താങ്കൾക്കും കാണിച്ചു തരാം. ഈ കഥ പറഞ്ഞിട്ട് 75-ാമത്തെ ആയത്തിൽ പറയാണ്, ഈ കഥ പറഞ്ഞിട്ട് അവര് നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിശ്വാസികളോടാണ് പറയുന്നത്. എന്നിട്ട് അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കുകയും മനസ്സിലാക്കിയതിനു ശേഷം അത് തിരുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരെ കുറിച്ചാണ് യഹൂദികളെ കുറിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇവിടെ താങ്കള് വളരെ ശ്രദ്ധിച്ച് ഈ ആയത്തുകൾ വായിക്കണം. ഓക്കെ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുൻ വേദം തിരുത്തപ്പെട്ടു എന്ന് ഈ വാക്യങ്ങളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? ചോദിച്ചതിന് മാത്രം നമുക്ക് ഉത്തരം പറഞ്ഞു പോയാലോ? അതായത് ഇപ്പോ ഞാൻ താങ്കളെ അപമാനിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല, താങ്കളും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അതല്ലെങ്കിൽ ഒരു ക്രിസ്തീയ മുസ്ലിം സംഘടന പോലെയൊന്നും ഇത് കരുതണ്ട, ആശയ സംഘടന കേട്ടോ, അങ്ങനെയൊന്നും കരുതണ്ട. നമുക്ക് ജസ്റ്റ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്കിതൊന്ന് ശ്രമിക്കാം. ഇവിടെ പുസ്തകം, അതായത് ക്രൈസ്തവരുടെയോ യഹൂദരുടെയോ കയ്യിലിരിക്കുന്ന പുസ്തകം തിരുത്തപ്പെട്ടു എന്നെവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? നോക്കട്ടെ. കാരണം വെച്ചാല് ഞാനത് പറയുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അതെ, ബാക്കി ഞാൻ സമ്മതിക്കുന്നതാണ് ബ്രദറെ. കേൾക്കൂ ബ്രദറെ. അതായത് ഖുറാൻ അനുസരിച്ച് ജീവിക്കാത്ത മുസ്ലിങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ ഉണ്ട്, ഇല്ലേ? അതെ. ഓക്കെ. ഖുറാൻ അനുസരിച്ച് ജീവിക്കാത്ത മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഖുറാൻ തിരുത്തപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുവോ? ഇല്ല. ഓക്കെ. അതാണ് ഞാൻ താങ്കളോട് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഈ യഹൂദന്മാരിൽ ചിലർ അവരുടെ കയ്യിലുള്ള പുസ്തകം അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ കയ്യിലുള്ള പുസ്തകം തെറ്റാണ് എന്ന് വരുന്നുണ്ടോ? ഇല്ലല്ല. വെരി ഗുഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും എന്താണോ, ഇപ്പോ ബൈബിള് പല വീടുകളിലും ഉണ്ടാവും, പക്ഷെ ബൈബിൾ അനുസരിച്ച് അവര് ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലര് ജീവിക്കുന്നില്ല. ഓക്കെ. എന്നുള്ളത് കൊണ്ട് അവരുടെ വീട്ടിലിരിക്കുന്ന പുസ്തകം തിരുത്തപ്പെട്ടു എന്ന്
അവരെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇപ്പൊ താങ്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇസ്ലാമിന്റെ കാര്യം പറയാം. മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തി അവരുടെ വീട്ടിൽ ഖുറാൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ വീട്ടിലിരിക്കുന്ന ഖുറാന്റെ അനുസരിച്ച് ആ വ്യക്തി ജീവിക്കുന്നില്ല. അതിന് എതിരായിട്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണ്. മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് കള്ളുകുടി അവർക്ക് ഹറാമാണ്, അത് വിലക്കപ്പെട്ടതാണ്. പക്ഷെ ഈ മുസ്ലിം ആയിരിക്കുന്ന വ്യക്തി കള്ളു കുടിച്ച് ജീവിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഖുറാൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഖുറാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടും അദ്ദേഹം കള്ളു കുടിക്കുന്നു എന്നുള്ള കാരണം വെച്ചും പുറത്തു നിന്നൊരു വ്യക്തി നോക്കി വെച്ച് പറയുകയാണ് ഇദ്ദേഹം കള്ളു കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന ഖുറാൻ തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് സമ്മതിക്കത്തില്ല. സമ്മതിക്കുവോ? ഇല്ല ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇവിടെ പുസ്തകത്തെ കുറിച്ച് ഒരു വിമർശനവും ഇല്ല. ഉണ്ടെങ്കിൽ താങ്കൾ കാണിച്ചു തരൂ. പിന്നെ ആരെ കുറിച്ചാണ് വിമർശിക്കുന്നത്? പുസ്തകം അനുസരിച്ച് ജീവിക്കാത്ത വ്യക്തികളെ കുറിച്ചാണ്. ശരിയല്ലേ? ഉം ഉം. താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ബ്രദറെ? ഹലോ, കേൾക്കാവോ? ആ അതെ അതെ. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ ബ്രദറെ? അത് അതിന് വ്യത്യസ്തമായ ഇങ്ങനൊരു വ്യാഖ്യാനം അതിൽ കൊടുക്കാം. എങ്ങനത്തെ വ്യാഖ്യാനങ്ങളാണ് അത് കൊടുക്കുന്നത്? അവരുടെ കലാപം ഓക്കെ കേൾക്കുന്നു, തിരുത്തുന്നു എന്ന് പറയുമ്പോ തിരുത്തല് അവരുടെ എന്നുള്ള വ്യാഖ്യാനം അല്ലെ? ബ്രദറെ, അവരുടെ പ്രവൃത്തിയിലാണ്. അതായത് അവര് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണോ അവരുടെ കയ്യിലുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് അവര് ജീവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ പുസ്തകം തെറ്റായി എന്ന് വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ താങ്കൾ ഒരു മുസ്ലിമാണ്, ഒരു ഉദാഹരണത്തിന് പറയാണ്. പക്ഷേ താങ്കളുടെ വീട്ടിൽ ഖുറാൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ താങ്കൾ ആ ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നില്ല. താങ്കളോട് സംസാരിക്കുന്ന ഞാൻ പറയുകയാണ് താങ്കളുടെ അത് മനസ്സിലായി. ഇനി അടുത്ത് പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഇവിടെ മുൻ വേദത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്നാൽ ആ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് 78ാമത്തെ ആയത്തിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കണം. ഓക്കെ, ഞാൻ ഇനി കാണിച്ചു തരാം. അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും അവരിൽ ഇസ്രയേല്യർ ഉണ്ട്. ഓക്കെ, ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതുമല്ലാതെ വേദഗ്രന്ഥത്തെ പറ്റി അവർക്ക് ഒന്നും അറിയില്ല. അവർ ഊഹത്തെ അവലംബിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് താഴെയുള്ള ആ ആയത്ത് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ താങ്കൾക്ക് ഒരു ഉദാഹരണം പറയുകയാണ്. ഈ 79ാമത്തെ ആയത്ത് നിങ്ങൾ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കി നോക്കിയേ. ആരെങ്കിലും പറയാണ്, എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയും, അത് ഏത് ഗ്രന്ഥം ആയിക്കോട്ടെ, ഖുറാനോ ഇഞ്ചീലോ തോറയോ ഏത് ഗ്രന്ഥം ആയിക്കോട്ടെ, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് ആകുന്നു നാശം. ശരിയല്ലേ? ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഖുറാൻ എഴുതി ഉണ്ടാക്കി അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറഞ്ഞാൽ അത് നാശമല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? ബ്രദറെ ഒന്ന് പറയാവോ? കേൾക്കുന്നില്ലേ? അതെ അതെ. ഓക്കെ എന്ന് പറഞ്ഞതുപോലെ, അതായത് ഒരു വ്യക്തി ഖുറാൻ തന്റെ സ്വന്തം കൈകൾ കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതി ഉണ്ടാക്കിച്ച് അത് അള്ളാഹു നൽകിയതാണ് എന്ന് പറഞ്ഞാൽ അവന് നാശം. അങ്ങനെ അവൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ ഖുറാൻ ഇല്ലാതെയാവുമോ ബ്രദറെ? ഇല്ല. വെരി ഗുഡ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ അടുത്ത കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഈ ഖുറാനില് ഞങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ, 12 സ്ഥലങ്ങളിലാണ് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകത്തെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര തവണയാണ് ബ്രദറെ? 12. അതെ, 12 സ്ഥലങ്ങളിലാണ് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകത്തെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 12, അതായത് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഇതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടത്തേക്ക് ഒന്നും പോകുന്നില്ല. അവിടത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും. ഓക്കെ, ഈ നേരിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലിരിക്കുന്ന തോറയും ഇഞ്ചിയിലും, അല്ലെങ്കിൽ തോറയും ഇഞ്ചിയിലും എന്ന് പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 12 സ്ഥലങ്ങളുണ്ട്. ഈ 12 സ്ഥലങ്ങളില് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ താങ്കളോട് പറയാം.
ഖുറാൻ പറയുന്നത് ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ദൈവികമാണെന്നും, രണ്ട്, ഈ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകം സുരക്ഷിതമാണെന്നും, മൂന്ന്, ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ആധികാരികമാണ് എന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കണം എന്നാണ് ഖുറാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അത് വേറെ ചോദ്യം. ഞങ്ങൾ പല മുസ്ലിം സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഖുറാനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ മുസ്ലിങ്ങൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഖുറാനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. താങ്കൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. ഇപ്പൊ നിങ്ങൾ വായിച്ചൊരു സംഭവത്തിൽ ഒരു കാര്യം പറയട്ടെ. ഏതായത്തിലാണ്? 9 വരെ വായിച്ചില്ലേ, നമ്മൾ വായിച്ചില്ലേ? അതെ അതെ, പറഞ്ഞോളൂ. അവിടെ നിങ്ങൾ പറയുന്നത് അത് പ്രവൃത്തിയിൽ അവർ മാറ്റം, സത്യം അറിഞ്ഞിട്ടും അവര് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ പരാമർശം എന്നാണ് അല്ലേ? അതുപോലെ അത് മാത്രമല്ല ബ്രദറെ, അതായത് ഒരു ഗ്രന്ഥം അവർ സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അത് അള്ളാഹു തന്നതാണെന്ന് പറഞ്ഞാൽ അവർക്ക് നാശം. പക്ഷേ അവിടെ ഇന്ന ഗ്രന്ഥം എന്ന് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു എന്ന് വെച്ച് ഒറിജിനലിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? 79-ാമത്തെ ആയത്ത് തുടക്കം ഒന്ന് വായിക്കുമോ? വായിക്കാം. തുടക്കം ലാസ്റ്റ് വരെ വായിച്ചോളൂ. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ടത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. അത് മുഖേന വിലക്കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു അവരിത് ചെയ്യുന്നത്. അവരുടെ കൈകൾ എന്താ ഉദ്ദേശം? എന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ളത്, അതായത് അക്ഷരജ്ഞാനം ഇല്ലാത്ത ചില ആളുകളും അവരിൽ ഇസ്രയേലിൽ ഉണ്ട്. ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെ കുറിച്ച് അവർക്ക് ഒന്നും അറിവില്ല. അവർ ഊഹത്തെ അവലംബിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അത് പറഞ്ഞിട്ടാണ് അടുത്ത് പറയുന്നത്. അവരുടെ ഗ്രന്ഥം തന്നെ വായിക്കാൻ അവർക്ക് അറിയില്ല, അവർ ഊഹത്തില് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതല്ലേ? എന്നാൽ എഴുതിണ്ടാക്കുന്നവർക്കാണ് നാശം എന്നുള്ളത് ഈ മുന്നുള്ളവരെ ബാധിക്കൂല, മുന്നുള്ളവരിലേക്ക് അതിന് സൂചന ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല ബ്രദറെ, നിങ്ങള് 78-ാമത്തെ ആയത്ത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. അക്ഷരമില്ലാത്ത ചില ആളുകളും അവരിലുണ്ട്. എല്ലാവരും എന്നാണ് എഴുതിയിരിക്കുന്നത്, ചിലരെന്നാണ് എഴുതിയിരിക്കുന്നത് ബ്രദറെ? ചിലര്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ പറയട്ടെ, അതുകൊണ്ടാണല്ലോ ഞാൻ താങ്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇപ്പോ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അതിനകത്തൊരു 10 പേര് ഖുറാൻ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും ചില മുസ്ലിങ്ങള് ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഖുറാൻ തെറ്റിപ്പോയി എന്നതിന് അർത്ഥം വരുന്നില്ല. പറഞ്ഞു മനസ്സിലാണോ? ഈ പറയുകയാണെങ്കിൽ ചില മുസ്ലിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, അറബി അറിയില്ല. എക്സാക്ട്ലി, അത് തന്നെ. അപ്പൊ ഇവിടെ എല്ലാവരും തെറ്റിപ്പോയെന്ന അർത്ഥമോ അതല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പുസ്തകം തെറ്റിപ്പോയെന്നുള്ള അർത്ഥമോ ഒന്നുമില്ല. ചില ആളുകൾ എഴുതിയിരിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഖുറാനിൽ എഴുതിയിരിക്കുന്നതാണ് വായിച്ചു തരുന്നത്. നിങ്ങളിപ്പോ ഈ 79-ാമത്തെ ആയത്ത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷെ ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ചില ആളുകളാണ്. ആരാണ് ഈ ചില ആളുകൾ? യഹൂദന്മാരിൽപ്പെട്ട ചില ആളുകളിൽ അങ്ങനെ ഉണ്ട്. അതിപ്പോ എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് ബ്രദറെ. അത് ക്രൈസ്തവരിലും ഉണ്ട്, മുസ്ലിങ്ങളിലും ഉണ്ട്, യഹൂദരിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. മനസ്സിലാക്കിയെങ്കിൽ അത് നന്നായി. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ പുസ്തകത്തെ കുറിച്ചുള്ള പരാമർശമില്ല. ഓക്കെ, അടുത്തത് പറഞ്ഞു. താങ്ക് യു, വളരെ നല്ലത്. ഇനി ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള പുസ്തകങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് ഖുറാൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിയല്ലേ? നോക്കാം. ഓക്കെ, അവിടെ പറയുന്നത് ഈ പുസ്തകം ദൈവികമാണ്. താങ്കൾ ഓർത്തു വെച്ചോളുക. ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം അത് വായിച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഞാൻ വായിക്കാൻ പോവാണ്. പക്ഷെ ഈ 3 കാര്യങ്ങൾ താങ്കൾ ഓർത്തുകൊള്ളുക. അപ്പൊ പിന്നെ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം 1 ദൈവികമാണ്, 2 അത് സുരക്ഷിതമാണ്, 3 അത് ആധികാരികമാണ്. ഓക്കെ, ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? താങ്കൾ എടുത്തോളൂ. 3-ാമത്തെ സൂറ, അതിന്റെ 3-ാമത്തെ 3ഉം 4ഉം ഒന്ന് വായിച്ചേ. 3-ാമത്തെ സൂറ 3ന്റെ 3ഉം 4ഉം ഒന്ന് വായിച്ചേ. 1 മിനിറ്റ്.
മൂന്നാമത്തെ സൂറ ആ 3-ന്റെ പറയൂ. 3-ഉം 4-ഉം. 3-ൽ 3-ഉം 4-ഉം. അത് തന്നെ. ആ ഉറക്കെ വായിച്ചോ. 3. അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിച്ചു. ഓക്കെ, 4-ഉം കൂടെ വായിച്ചു. 4-ഉം. 4-ഉം കൂടെ വായിച്ചു. ഇതിനു മുമ്പ് മനുഷ്യർക്ക് മാർഗദർശനത്തിനായി സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണം അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത്. അള്ളാഹു പ്രതാപിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനുമാകുന്നു. ഓക്കെ, താങ്ക് യു ബ്രദർ, താങ്ക് യു. അയ്യാ ഞാൻ പറയാം. ഒന്ന്, ഇതിന് അതായത് മുൻ വേദങ്ങളെ ഇവിടെ ശരിവെക്കുന്നുണ്ടോ? തീർച്ചയായും മൂസാ നബിക്ക് ഇറങ്ങിയതും ഈസാ നബിക്ക് ഇറങ്ങിയതും ഒക്കെ ഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കി കൊടുത്ത ഗ്രന്ഥങ്ങളാണെന്ന് ബ്രദറെ, വിശ്വസിക്കുന്നവരാണ് നമുക്ക് വ്യാഖ്യാനങ്ങൾ മുസ്ലിങ്ങൾ. ഒന്നും വേണ്ട. നമുക്ക് ഈ വാക്യത്തിൽ കൂടെ മാത്രം പോകാം. കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നതിനെയൊക്കെ ഞാൻ സമ്മതിച്ചാണല്ലോ പോകുന്നത്. ഈ വാക്യത്തിൽ മുൻ വേദങ്ങളെ ശരിവെക്കുന്നുണ്ടോ? തീർച്ചയായും ശരിവെക്കുന്നു. ഓക്കെ, ഈ മുൻ വേദങ്ങളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ല. എഴുതിയിട്ടുണ്ട്. തൗറാത്ത് ഇഞ്ചീൽ. കറക്റ്റ്, റൈറ്റ്. അപ്പൊ മുൻ വേദങ്ങളിൽ ഏതൊക്കെയാണ്? തൗറാത്തും ഇഞ്ചീലും. 2, അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ? ശരിയാണ്. ഓക്കെ. 3, ഇനി ഞാൻ അടുത്ത കാര്യം പറയാൻ പോകുന്നത്, 4-മത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇത് ആർക്ക് കൊടുത്തതെന്നാ പറയുന്നതെന്ന് അറിയാമോ? മനുഷ്യർക്ക് മാർഗദർശനത്തിനായിട്ട്. അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? ഓക്കെ, അതെ. മനുഷ്യർക്ക് മാർഗദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് എ ഗൈഡൻസ് ഫോർ മാൻ കൈൻഡ്. സകല മനുഷ്യർക്കും ഇത് മാർഗദർശനത്തിനായിട്ടാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ തൗറാത്തും ഇഞ്ചീലും മനുഷ്യർക്ക് മാർഗദർശനത്തിനായിട്ടും 1. 2, സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണവും അതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? ഓക്കെ. 3, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിഷേധിക്കാൻ പാടില്ല എന്നല്ലേ പറയണത്? ഓക്കെ, അതായത് മുൻ വേദങ്ങൾ നിഷേധിക്കാനായിട്ട് മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കോ അവകാശമില്ല. അള്ളാഹു അങ്ങനെയാണ് പറയുന്നത്. ഇതിന് നിഷേധിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോ RT എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനോട് ഖുറാൻ പറയുകയാണ്, ഇതിനു മുമ്പ് ഇറങ്ങിയിരിക്കുന്ന വേദങ്ങൾ നിഷേധിക്കരുത്. 1, അത് സത്യമാണ്. അതിന്റെ പേര് തൗറാത്തും ഇഞ്ചീലും എന്നാണ്. അത് നൽകപ്പെട്ടത് മനുഷ്യർക്ക് മാർഗദർശനത്തിനായിട്ട് നൽകിയപ്പെട്ടതാണ്. അത് സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണമാണ്. അത് നിഷേധിക്കരുത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അതിന്റെ 48 ഒന്ന് വായിക്കാവോ? 3-ന്റെ തന്നെ 48 ഒന്ന് വായിക്കാവോ? അല്ലെങ്കിൽ ഞാനത് ഇച്ചിരി സമയം സേവ് ചെയ്തിട്ടോ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 3-ന്റെ 48-ലും 65-ലും പേരുകൾ ഉദ്ധരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് താങ്കൾ പിന്നീട് പറഞ്ഞാലും മതി. എന്നാൽ ഇച്ചിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അടുത്ത വാക്യം പറഞ്ഞോട്ടെ? 5-ന്റെ 46 ഒന്ന് വായിക്കാവോ? 5-ന്റെ 46. മറ്റത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. 3-ന്റെ 48, 3-ന്റെ 65 താങ്കൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നീട് സൗകര്യമുള്ളപ്പോൾ പഠിച്ചാൽ മതി. ഈ 5-ന്റെ 46 ഈ സമയത്ത് ഒന്ന് എടുത്ത് വായിച്ചോളൂ. 5-ന്റെ 46. ഇതിന്റെ ഇടയിൽ ഞാൻ താങ്കളോടൊന്ന് കൺഫേം ചെയ്യട്ടെ, താങ്കൾ ഒരു ഉസ്താദാണോ ഇമാമാണോ? അതെ, ഇപ്പൊ ഞാൻ പള്ളിയില് താൽക്കാലികമായിട്ട് ഒരു ചെറിയ നിസ്കാര പള്ളി, വലിയ പള്ളിയൊന്നുമല്ല. ഓക്കെ. താങ്കളെ ആളുകൾ ഉസ്താദ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇപ്പൊ ഇദ്ദേഹം കുറച്ചു നാൾ മുമ്പ് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പോയിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ആള് തന്നെയല്ലേ? അതെ. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നല്ല താല്പര്യത്തോടുകൂടി സംസാരിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് കൺഫേം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വായിക്കാവോ ബ്രദറെ? 5-ന്റെ 46 ഒന്ന് വായിച്ചോളൂ. 5-ന്റെ 46 ഒന്ന് വായിച്ചോളൂ.
ആ, അവരെ അവരെ തുടർന്ന് അവരുടെ കാൽപ്പാടുകളിലായിക്കൊണ്ട് മറിയമിന്റെ മകൻ ഈസായെ തന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നവനായിക്കൊണ്ട് നാം നിയോഗിച്ചു. ഓക്കെ, സന്മാർഗ നിർദ്ദേശ ഇവിടെ തൗറാത്തിനെ ശരിവെക്കുന്നതായിട്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ തൗറാത്ത് ശരിയാണെന്നാണല്ലോ അല്ലേ പറയുന്നേ? അതെ അതെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞോളൂ. അല്ലല്ല, അത് മുഴുവനായിട്ട് അങ്ങ് വായിച്ചോളൂ, മുഴുവനായിട്ട് വായിച്ചു. ശരിവെക്കുന്നതായിക്കൊണ്ട് നാം നിയോഗിച്ചു. സന്മാർഗ നിർദ്ദേശവും സത്യപ്രകാശവും അടങ്ങിയ ഇഞ്ചിയിലും അദ്ദേഹത്തിന് നാം നൽകി. അതിന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നതും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനവും സതുപദേശവും അത്രേ അത്. 47 കൂടെ വായിച്ചോ, 47 കൂടെ. ഇഞ്ചീലിന്റെ അനുയായികൾ അള്ളാഹു അതിൽ അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാവുന്നു ധിക്കാരികൾ. ഓക്കെ ബ്രദറെ, ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാല് ഇവിടെ തോറ ശരിയാണെന്ന് പറയുന്നു, 2 ഇഞ്ചിയിലും ശരിയാണെന്ന് പറയുന്നു അല്ലെ? ശരിയാണല്ലോ. അല്ല, അങ്ങനെ ഒരു വിശ്വാസം മുസ്ലിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ് ബ്രദറെ, ഏത് വിശ്വാസം? ഈസാ നബിയുടെ സുവിശേഷവും തൗറാത്തും ഇഞ്ചിയിലൊക്കെ തെറ്റാണെന്നുള്ള വിശ്വാസം? ഇല്ല, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്നല്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് ക്രൈസ്തവരുടെ കയ്യിലുള്ള ഗ്രന്ഥം തെറ്റാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ശരിയല്ലേ? അതെ അതെ, പിന്നീട് തിരുത്തി എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, നമ്മൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. ഇപ്പൊ ഖുറാനിൽ പറയുന്നത് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം, ഓക്കെ, ക്രൈസ്തവരുടെ കയ്യില് മുഹമ്മദിന്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന പുസ്തകം തിരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് ജീവിക്കുന്നത്. 600, 615, 600 കാലഘട്ടങ്ങളിൽ, അതായത് 7-ാം നൂറ്റാണ്ടില്. ഓക്കെ, ഈ 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിന്റെ ജീവിതകാലത്ത് ക്രൈസ്തവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പുസ്തകം ശരിയാണ് എന്ന് മുഹമ്മദ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിന്റെ ജീവിത സമയത്ത് ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം ഏതാണോ ആ പുസ്തകമാണ് ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ളത്. എനിവേ, ഞാൻ ആ ഭാഗത്തോട്ട് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ ഖുറാൻ ആയത്തുകളിൽ കൂടെ നമുക്കൊന്ന് പോകാം. ഓക്കെ, അപ്പോ ഇവിടെ മുഹമ്മദ് പറയാണ്, അല്ലെങ്കിൽ അള്ളാഹു പറയാണ്, ഈസ വന്ന സമയത്ത് തൗറാത്ത് ഉണ്ടായിരുന്നു, തൗറാത്തിനെ ശരിപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ശരിവെച്ചുകൊണ്ടാണ് ഈസ വന്നത്. ഈസയ്ക്ക് അതിനകത്ത് സന്മാർഗ നിർദ്ദേശവും അതുപോലെ സത്യപ്രകാശവും അടങ്ങിയ ഇഞ്ചിയിലും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്താ ചെയ്യേണ്ടത്? ഇഞ്ചിലിന്റെ അനുയായികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഇഞ്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്പൽ ആണല്ലോ അല്ലെ? സുവിശേഷം. ഓക്കെ, സുവിശേഷത്തിന്റെ അനുയായികൾ, ഇഞ്ചീലിന്റെ അനുയായികൾ, ശരിയല്ലേ? താങ്കളുടെ ഖുറാനിലും അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ഇഞ്ചീലിന്റെ അനുയായികൾ. ഓക്കെ, ഇഞ്ചീലിന്റെ അനുയായികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവർ എന്നാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അതെ അതെ, അങ്ങനെയാണ്. ബ്രാക്കറ്റിൽ അങ്ങനെയാ ബ്രദറെ എഴുതി വെച്ചിരിക്കുന്നത്, ബ്രാക്കറ്റിൽ അങ്ങനെ. എന്താ ബ്രദറെ? അതെ അതെ, യേശുവിനെ അനുഗമിക്കുന്നവർ, യേശുവിനെ അനുഗമിക്കുന്നവർ, അല്ലെങ്കിൽ ഇഞ്ചീലിന്റെ അനുയായികൾ, റൈറ്റ്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദ പീപ്പിൾ ഓഫ് ദ ഗോസ്പൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, അതായത് ഇഞ്ചീലിന്റെ അനുയായികൾ. ഓക്കെ, അതായത് ക്രൈസ്തവർ. ക്രൈസ്തവരോട് എന്താണ് ഖുറാൻ പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് അറിയാമോ? ഇഞ്ചീലിന്റെ അനുയായികൾ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു ധിക്കാരികൾ. ഓക്കെ, അപ്പോ ക്രൈസ്തവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഇഞ്ചീലാണ്, അതുകൊണ്ടാണ് പറയുന്നത് ഇഞ്ചീലിന്റെ അനുയായികൾ, റൈറ്റ്? 1. 2, അവർ വിധി കൽപ്പിക്കേണ്ടത് ഏത് വെച്ചാണ്? അള്ളാഹു അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഇഞ്ചീൽ അനുസരിച്ചാണ് വിധി കൽപ്പിക്കേണ്ടത്. ഇഞ്ചീൽ അനുസരിച്ച് ക്രൈസ്തവർ വിധി കൽപ്പിക്കുന്നില്ലെങ്കിൽ ഖുറാൻ പറയുകയാണ് അവർ ധിക്കാരികളാണ് എന്ന്. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ബ്രദറെ? ഇല്ല, അങ്ങനെ തന്നെയാണ് പറയുന്നത്. വെരി ഗുഡ് ബ്രദറെ. അപ്പോ ഈ ഇഞ്ചിയില് തെറ്റിപ്പോയിരുന്നെങ്കിൽ, ഇത് തെറ്റാണ്, ഈ സമയത്ത് ഇത് തിരുത്തപ്പെട്ടതാണെങ്കിൽ, തെറ്റായ ഒന്ന് തിരുത്തപ്പെട്ട ഒന്ന് വെച്ചുകൊണ്ട് ന്യായം വിധിക്കാൻ പറയത്തില്ലല്ലോ. ശരിയായതുകൊണ്ടല്ലേ അത് വെച്ച് ന്യായം വിധിക്കാൻ പറയുന്നത്? അതെ, തെറ്റാണെങ്കിൽ അത് വെരി ഗുഡ്. ഓക്കെ,
മതി. ഞാൻ പെട്ടെന്ന് ഓടിച്ചങ്ങ് പോവുകയാണ്. ഇതൊക്കെ താങ്കൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് താങ്കൾ സമയം കിട്ടുമ്പോൾ ഇതെല്ലാം വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഡെഫിനറ്റ്ലി താങ്കൾ തിരിച്ചു വരുവാണെങ്കിൽ താങ്കളുമായിട്ട് സംസാരിക്കാൻ വീണ്ടും ആഗ്രഹമുണ്ട്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഖുറാനിൽ എവിടെയൊക്കെ ഇഞ്ചീലിനെ കുറിച്ചും തോറയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടോ, എന്താണ് ഖുറാൻ തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇനി 5-ന്റെ 66-ഉം 67-ഉം ഈ 3 ആയത്ത് നമുക്കൊന്ന് വായിക്കാം ബ്രദറെ. 5-ാമത്തെ സൂറ അതിന്റെ 66, 67, 68. 67-നകത്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും അതിന്റെ ഇടയ്ക്ക് വരുന്ന 66-നും 68-നും ഇടയ്ക്ക് വരുന്ന ഒരു ആയത്തായതുകൊണ്ട് മാത്രം നമുക്ക് അതും കൂടെ ചേർത്ത് വായിക്കാം. ഓക്കെ, 66, 67, 68 താങ്കൾക്ക് കിട്ടിയെങ്കിൽ താങ്കൾക്ക് വായിക്കാം, അതല്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. നിങ്ങൾ വായിച്ചോളൂ, ഞാൻ ഇപ്പൊ വേറെ കാര്യം നോക്കാം. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ. ഓക്കെ, ഞാൻ വായിക്കാം. നബിയെ 5:66 അല്ലേ വായിക്കാൻ നിൽക്കുന്നത്? 5-ന്റെ 66 ആണ്. 5-ന്റെ 66. വായിച്ചോ. 5-ന്റെ 66. നബിയെ, നിന്റെ ജനത ഇത് സത്യമായിരിക്കെ ഇതിനെ നിഷേധിച്ച് കളഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ജനത സത്യമായത് ഒന്നിനെ നിഷേധിച്ചിരിക്കുന്നു. ഓക്കെ, നബിയെ നിന്റെ ജനത ഇത് സത്യമായിരിക്കെ ഇതിനെ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു. പറയുക, ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല. സോറി, ഞാൻ 6-നകത്തോട്ട് പോയി. 6-ന്റെ 5 തെറ്റിയെടുത്തതാണ്. 5:66. ഞാൻ വായിക്കാം. തൗറാത്തും ഇഞ്ചീലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബ്രദറെ, കേൾക്കുന്നുണ്ട്. തൗറാത്തും ഇഞ്ചീലും അവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും അവർ നേരാമണം നിലനിർത്തിയിരുന്നെങ്കിൽ തങ്ങളുടെ മുകൾ ഭാഗത്തു നിന്നും കാലുകൾക്ക് ചുവട്ടിൽ നിന്നും അവർക്ക് ആഹാരം ലഭിക്കുമായിരുന്നു. അവരിൽ തന്നെ മിതത്വം പാലിക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ അവരിലധികം പേരുടെയും പ്രവർത്തനങ്ങൾ വളരെ ചീപ്പ് തന്നെ. അടുത്തത് 67. ഹേ റസൂലേ, നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് അവതരിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യാത്ത പക്ഷം നീ അവന്റെ ദൗത്യം നിറവേറ്റിയിട്ടില്ല. ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ്. സത്യനിഷേധമായ ആളുകളെ തീർച്ചയായും അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. 68. പറയുക, വേദക്കാരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളും നിങ്ങൾ നേരാമണ്ണം നിലനിർത്തുന്നതുവരെ നിങ്ങൾ യാതൊരു അടിസ്ഥാനത്തിലുമല്ല. എന്നാൽ നിനക്ക് നിന്റെ രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശം അവരിൽ അധികം പേർക്കും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ മതി. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേദക്കാരോട് അല്ലെങ്കിൽ യഹൂദരും ക്രൈസ്തവരുമായിരിക്കുന്ന വേദക്കാരോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യു ഹാവ് നോ അതർ ഫൗണ്ടേഷൻ അതർ ദാൻ ദ സ്ക്രിപ്ചർ. തൗറാത്തും ഇഞ്ചീലുമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. നിങ്ങൾ നേരായിട്ട് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം തൗറാത്തും ഇഞ്ചീലുമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു അടിസ്ഥാനവുമില്ല. യു ഹാവ് നോ അതർ ഫൗണ്ടേഷൻ അതർ ദാൻ തോറ ആൻഡ് ഇഞ്ചീൽ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ നേരാംവണ്ണം ജീവിക്കുന്നത് വരെ നിങ്ങൾക്ക് വേറെ ഒരു അടിസ്ഥാനവുമില്ല. എന്നാൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് തോറയും ഇഞ്ചീലുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വേദക്കാരെ, തൗറാത്തും ഇഞ്ചീലും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശങ്ങളാണ്. ഓക്കെ, അപ്പോ ഇവിടെ ക്രൈസ്തവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രദറെ. എന്താണെന്നറിയാമോ? തോറയും ഇഞ്ചീലുമാണ് അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതിൽ നിന്ന് തെന്നി മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു അടിസ്ഥാനവും ഇല്ല. അപ്പോൾ ഒരു കാരണവശാലും തിരുത്തപ്പെട്ട ഒന്നിൽ അള്ളാഹു ക്രൈസ്തവരോടും യഹൂദരോടും നിലനിൽക്കാൻ പറയുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണല്ലോ അല്ലെ? അത് തിരുത്തപ്പെട്ടതായിരുന്നെങ്കിൽ അതിലാണ് നിങ്ങളുടെ അടിസ്ഥാനമെന്ന് അള്ളാഹു ഒരിക്കലും പറയില്ലായിരുന്നു. കറക്റ്റ്? ആർത്തി ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഓക്കെ. അപ്പൊ ഇതുവരെയും മനസ്സിലായി. ഇതുവരെയും ഖുറാൻ എവിടെയും പറഞ്ഞിട്ടില്ല
തോറയും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടതാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. മറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് സത്യമാണ്. അതുകൊണ്ട് ഇഞ്ചീലിന്റെ അനുയായികൾ ഇത് വെച്ച് വേണം ന്യായം വിധിക്കാൻ. അതുപോലെ തന്നെ വേദക്കാര് ഇതിനെ അടിസ്ഥാനപ്പെട്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ശരിയാണല്ലോ അല്ലെ? അതെ, തൗറാത്തിനെയും ഇഞ്ചിയിലും അനുസരിച്ച് വേണം, അതിനെ നേരാൻ വേണ്ട നിലനിർത്തണം. കറക്റ്റ്, അതാണ് അത് തന്നെ. അതനുസരിച്ച് വേണം ജീവിക്കാൻ, അതിനെ നിലനിർത്തി വേണം ജീവിക്കാൻ, അതിനകത്ത് വേണം അടിസ്ഥാനമിടാൻ. ഇനി ഞാൻ ഒരു ആയത്ത് താങ്കൾക്ക് തരുന്നുണ്ട്, താങ്കൾ പിന്നീട് അത് നോക്കിയാൽ മതി. പക്ഷെ അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് ബ്രദറെ, പലരും അവരുടെ ജീവിതം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല ജീവിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് മനുഷ്യരുടെ കുറ്റമാണ്. വേദക്കാര് അങ്ങനെ തെന്നിമാറി ജീവിച്ചവരുണ്ട്. അത് ക്രൈസ്തവരിലും ഉണ്ട്, മുസ്ലിങ്ങളിലും ഉണ്ട്, യഹൂദന്മാരിലും ഉണ്ട്, സകല ജനങ്ങളിലും ഉണ്ട്. അപ്പൊ എല്ലാ മുസ്ലിങ്ങളും ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒത്തിരി പേര് അതല്ലാതെ ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചു ഇവിടെ ഖുർആൻ ഏതെങ്കിലും പുസ്തകം തൗറാത്ത് അനുസരിക്കുന്നതല്ല പറയുന്നത്, തൗറാത്തിനെ തന്നെ നേരാൻ വേണ്ട നിലനിർത്തുക. അവിടെ തൗറാത്തിൽ തന്നെ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ? അതും കൂടെ നമുക്ക് നോക്കണം. അതും കൂടെ നമുക്ക് നോക്കണം. അങ്ങനെ മാറ്റം വരുത്താൻ പറ്റുമോന്നും കൂടെ നമുക്ക് നോക്കണം ബ്രദറെ. അത് നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ എന്നാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാം. താങ്കളുടെ ആ ഒരു സംശയത്തിനും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉത്തരം തന്നിട്ട് എന്നാ പിന്നെ ഇങ്ങോട്ട് നമുക്ക് വരാം. ഓക്കെ, ഞാൻ തിരിച്ചു വന്നോളാം, കുഴപ്പമില്ല. ഇതിന് മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് താങ്കൾ ചോദിച്ചില്ലേ? ആ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കണ്ടെത്താം ആദ്യം. ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നോളാം. താങ്കള് 18:27 ഒന്ന് എടുത്തേ. 18:27 ഒന്ന് എടുത്തേ. 18:27. വായിക്കാവോ? നിനക്ക് ബോധനം. അത് തന്നെ വായിച്ചോളൂ. നിനക്ക് ബോധനം നൽകപ്പെട്ട നിന്റെ രക്ഷിതാവിന്റെ ഗ്രന്ഥം നീ പാരായണം ചെയ്യുക. അവന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ ആരുമില്ല. അവന് പുറമെ യാതൊരു അഭിപ്രായവും നീ ഒരിക്കലും കണ്ടെത്തുകയുമില്ല. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ പറ്റത്തില്ല എന്ന് എഴുതിയിരിക്കുന്നത് താങ്കൾ കണ്ടോ? അതെ. ഓക്കെ, അപ്പോ ഈ മുൻ വേദങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങളാണോ? അതെ. ഓക്കെ, മുൻ വേദങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് താങ്കൾ പറയുന്നു. ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ആർക്കും മാറ്റം വരുത്താൻ പറ്റത്തില്ല, ഭേദഗതി വരുത്താൻ പറ്റത്തില്ല എന്ന് എഴുതിയിരിക്കുന്നത് താങ്കൾ കണ്ടല്ലോ അല്ലേ? ഇവിടെ ഖുർആൻ നിനക്ക് നൽകപ്പെട്ട വേദത്തിനെ കുറിച്ചാണ് പറയുന്നത്. റൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മുൻ വേദങ്ങൾ അള്ളാഹു നൽകിയതാണോ, അള്ളാഹുവിന്റെ വചനങ്ങളാണോ? അതെ. ഓക്കെ, വെരി ഗുഡ്. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ പറ്റുമോ? അങ്ങനെ അതിൽ കാണുന്നില്ലല്ലോ. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ബ്രദറെ, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ പറ്റത്തില്ലെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. മുന്നിൽ പറഞ്ഞിട്ടുള്ളത് നിനക്ക് നൽകിയുള്ള എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ പിന്നെ ഞാനത് മനസ്സിലാക്കി. ഓക്കെ, ഞാൻ മനസ്സിലാക്കി തരാം. അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വേദങ്ങൾ ഏതൊക്കെയാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്? താങ്കൾ പറയൂ. തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുർആൻ. മനസ്സിലായോ? ഇതെല്ലാം അള്ളാഹുവിന്റെ വചനങ്ങളാണോ? അതെ. ഈ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരുത്താൻ പറ്റുമോ? പിന്നെ ഇല്ല. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലാവുന്നുണ്ടോ ബ്രദറെ? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഭേദഗതി വന്നിട്ടില്ല, പക്ഷെ ഖുറാനിലൂടെ ഇപ്പോഴും അള്ളാഹുവിന്റെ വചനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊരിക്കലും തിരുത്തപ്പെട്ടിട്ടില്ല. പക്ഷെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടേത് മറ്റുള്ളവർ തിരുത്തി, പക്ഷെ അള്ളാഹു മറ്റൊരു ഗ്രന്ഥം അത് കൊണ്ടുവന്നു. ആ തിരുത്തലുകൾക്ക് പ്രാധാന്യം ഇല്ലാതായി പോയി. ബ്രദറെ, കുഴപ്പമില്ല. താങ്കൾ പറയുന്ന വാദം താങ്കൾക്ക് എന്നെ കാണിച്ചു തരാം. എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഏതായത്തിലാണെന്നുള്ളത് താങ്കൾ എനിക്ക് കാണിച്ചു തരൂ. കുഴപ്പമൊന്നുമില്ല, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷെ ഞാൻ താങ്കൾക്ക് കാണിച്ചു തരുന്ന ആയത്തുകളിലൊന്നും ഇഞ്ചിയിലും തോറയും തിരുത്തപ്പെട്ടു എന്ന് എഴുതിയിട്ടില്ലല്ലോ അല്ലേ? എന്റെ ചോദ്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ബ്രദറിന്? പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലെങ്കിലും അവര് കൈകൊണ്ട് ഇതുണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അത്
അത് മുൻവേദ ഒരു മിനിറ്റ് ബ്രദറെ, നമ്മൾ വെറുതെ സർക്കിളിൽ കിടന്ന് നമ്മൾ കറങ്ങരുത്. താങ്കൾക്കും മെച്ചമില്ല, എനിക്കും മെച്ചമില്ല, നമ്മുടെ രണ്ടുപേരുടെയും സമയം പോകും. അവിടെ മുൻവേദങ്ങളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, മുൻവേദങ്ങൾ എഴുതിയിട്ടില്ല. ഓക്കെ. അവിടെ തോറാത്തെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇഞ്ചിയിലെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. ഖുറാൻ എഴുതിയിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഖുറാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ അവിടെ പറയുന്നത് 2:79 പറയുന്നത് ഖുറാനെ കുറിച്ചല്ല, ഇഞ്ചീലിനെ കുറിച്ചല്ല, തോറയെ കുറിച്ചല്ല. പക്ഷെ ആരെങ്കിലും ഒരു ഗ്രന്ഥം തങ്ങളുടെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയാൽ, അത് ഖുറാൻ എഴുതി ഉണ്ടാക്കിയാലും ഇഞ്ചീൽ എഴുതി ഉണ്ടാക്കിയാലും തോറ എഴുതി ഉണ്ടാക്കിയാലും ശരിയല്ലേ, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരു ഗ്രന്ഥം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബ്രദർ? അല്ല, ഒരു ഗ്രന്ഥം എന്ന് പറയുന്നില്ല. അപ്പൊ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നുണ്ട് ബ്രദറെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. എഴുതി ഉണ്ടാക്കുന്നവർക്ക് നാശം. അതിനാൽ ആര് ബ്രദറെ ഞാൻ ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നുണ്ട് ബ്രദറെ. ആ ആയത്തൊന്ന് പറഞ്ഞോളൂ. 2:79. താങ്കളുടെ ഖുറാനിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഒരു ഗ്രന്ഥം എന്ന് എഴുതിയിട്ടില്ലേ? ഞാൻ നോക്കട്ടെ ട്ടോ. താങ്കൾ നോക്കിയോളൂ. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്ന് പറഞ്ഞിട്ടില്ലേ? 2:79 ഞാൻ വായിക്കാം. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? എന്താ എഴുതിയിട്ടുള്ളത്? ഗ്രന്ഥം, അതായത് ആരെങ്കിലും സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും, ശരിയല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ തോറയെന്നോ ഇഞ്ചിയിലെന്നോ ഖുറാനെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഗ്രന്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നതാണ്. ഒരു ഗ്രന്ഥം, ഒരു മീൻസ് ഗ്രന്ഥം എന്നുള്ളത്, ഒരു എന്നുള്ളത് അങ്ങ് മാറ്റാം. ഓക്കെ. തോറയോ ഇഞ്ചിയിലോ ഖുറാനോ എന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു ഗ്രന്ഥത്തെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഗ്രന്ഥം, ശരിയല്ലേ? ദി സ്ക്രിപ്ചർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദി സ്ക്രിപ്ചർ. ദി സ്ക്രിപ്ചർ എന്നോ? ഓക്കെ, ഞാനൊന്ന് ഇംഗ്ലീഷിലൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. 2:79. ഓക്കെ, ഞാനൊന്ന് 79 വായിക്കുന്നു, ഇംഗ്ലീഷിൽ വായിക്കുന്നു. Then woe to those who write the book. Yes, താങ്കൾ പറഞ്ഞത് ശരിയാണ്. The book with their own hands and then say this is from Allah to purchase. Yes, the book എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തില് ശരിയാണ്. ആ ഗ്രന്ഥം എന്നൊക്കെ അർത്ഥം വരും. ദി എന്ന് പറയുന്നത് അതെ അതെ, ഒരു ഗ്രന്ഥം, അതായത് ഗ്രന്ഥം എന്ന് ജനറലി ആണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദ ബുക്ക് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, സ്ക്രിപ്ചർ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ വന്നേക്കുന്നത്, ദ ബുക്ക് എന്നുള്ള അർത്ഥത്തിൽ. എനിവേ, നമുക്ക് അതിനകത്ത് ഒത്തിരി തൂങ്ങണ്ട. എനിവേ, ഇവിടെ ക്ലിയർ ആണല്ലോ. ഇവിടെ ഖുറാൻ എന്ന് എഴുതിയിട്ടില്ല, തോറ എന്ന് എഴുതിയിട്ടില്ല, ഇഞ്ചീൽ എന്ന് എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ മുൻ വേദങ്ങളിൽ നിന്ന് എഴുതിയിട്ടില്ല. ശരിയാണല്ലോ അല്ലേ? ആരെങ്കിലും ഗ്രന്ഥം തന്റെ കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നാശം. അതാണ് അതിന്റെ പോയിന്റ്. എനിവേ, നമ്മൾ ഒത്തിരി മുമ്പോട്ട് പോയിരുന്നു, തിരിച്ചിപ്പോ ഇവിടെ വന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഇപ്പൊ നമ്മൾ ഏതായിരുന്നു ഇതിനു മുമ്പ് വായിച്ചത്? 5:66 68 ആണെന്ന് തോന്നുന്നു. അല്ല, 5:46 47 കഴിഞ്ഞു. അതിനുശേഷം 5:66 68 കഴിഞ്ഞു. അതിനുശേഷം ഞാൻ താങ്കളോട് പറയുമായിരുന്നു, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ വചനം ഏതാണ്? അള്ളാഹുവിന്റെ വചനം എന്ന് പറയുന്നത് തോറയും ഇഞ്ചിയിലും മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഖുറാനുമാണ്. ശരിയല്ലേ? ആ വാദം എന്താണ്, ഖുറാനിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ എവിടെയും മാറിയിട്ടില്ല. ശേഷം അള്ളാഹു ഖുറാൻ കുഴപ്പമില്ല ബ്രദറെ. അപ്പോ താങ്കൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? തോറയും ഇഞ്ചിയിലും അള്ളാഹുവിന്റെ വചനം അല്ല എന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പോ താങ്കൾ ചിന്തിക്കുന്നത് തോറയും ഇഞ്ചിയിലും അള്ളാഹുവിന്റെ വചനമാണ്. ശരിയാണല്ലോ?
ഒരു ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ വചനം നോ നോ ഞാൻ ചോദിക്കുന്നത് ക്ലിയർ ആണല്ലോ ബ്രദറെ. എന്നുള്ള വചനം നോക്കൂ ഇവിടെ ബ്രദറെ. ആരും മാറ്റിയിട്ടില്ല. ഖുർആന് വന്നതോടെ അത് അവിടെ സ്ഥിരപ്പെട്ടു. അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അള്ളാഹു അവസാനത്തെ ഗ്രന്ഥം എന്നുള്ള രീതിയിൽ ഖുർആൻ കൊണ്ടുവന്നു. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഖുറാനിൽ തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ താങ്കളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഒന്ന്, ഞാൻ വായിച്ചു കേൾപ്പിച്ചു, തോറയും ഇഞ്ചീലും ശരി വെച്ചുകൊണ്ടാണ് ഖുറാൻ ഇറങ്ങിയിരിക്കുന്നത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ തോറയും ഇഞ്ചീലും ശരിയാണ്, ശരിയല്ലേ? രണ്ട്, ഈ തോറയും ഇഞ്ചീലും വെച്ച് വേണം ക്രൈസ്തവര് അവരെ വിധിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് ആ മാറ്റാൻ കഴിയില്ല എന്നുള്ള ആയത്ത് ഏതേനു ഒന്നുകൂടി നോക്കട്ടെ. അതേതേനു? അത് ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയാം. 18:27 Alright. ഓക്കെ, അത് പിന്നെ നോക്കിയാൽ മതി ബ്രദറെ, കുഴപ്പമില്ല. താങ്കൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കിയാൽ മതി. ഞാനിപ്പോ താങ്കളോട് ഒരു വാദപ്രതിവാദമായിട്ട് പറയല്ല, പക്ഷെ താങ്കളെ ഇതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണ്. താങ്കള് ഒരു ഉസ്താദും കൂടി ആണല്ലോ, അപ്പോൾ താങ്കളിൽ നിന്നും ഇതൊക്കെ കേൾക്കാനും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം. എനിവേ, ഞാൻ താങ്കൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് ഖുറാനില് തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് അത് തിരുത്തപ്പെട്ടു എന്നല്ല, മറിച്ച് അത് തിരുത്തപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അത് ശരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അത് തെറ്റിപ്പോയി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഞാൻ താങ്കളോട് ഒന്ന് രണ്ടായത്തോടെ പെട്ടെന്ന് കാണിച്ചു തരാം. 7-ാമത്തെ സൂറയൊന്ന് എടുക്കാവോ? 7-ാമത്തെ സൂറയൊന്ന് എടുക്കാവോ താങ്കള്? ഓക്കെ, 7-ാമത്തെ സൂറ എടുത്തിട്ട് അതിന്റെ 157-ാമത്തെ ആയത്തൊന്ന് വായിക്കാവോ? പെട്ടെന്ന് വായിക്കാവോ ബ്രദറെ? എനിക്ക് ഇച്ചിരി ധൃതി ഉണ്ടായിരുന്നു, തിരക്കുണ്ട്. 157. തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ അള്ളാഹുവിന്റെ ദൂതനെ പിൻപറ്റുന്നവർക്ക് അവരോട് അദ്ദേഹം സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു. നല്ല വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു. മതി. ഓക്കെ, അപ്പൊ മുഹമ്മദിന്റെ കാലഘട്ടത്തില് ക്രൈസ്തവരുടെയും യഹൂദരുടെയും പക്കൽ എന്തുണ്ടായിരുന്നു? തൗറാത്തും ഇഞ്ചീലും. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇത് പണ്ടെങ്ങാണ്ടോ ഇറങ്ങിയ സമയത്ത് ഇത് ശരിയായിരുന്നെന്നും പിന്നീട് ഇത് തിരുത്തപ്പെട്ടത് ആണ് എന്നുള്ള നിങ്ങളുടെ വാദത്തിന് എന്താ പറയുന്നേ, അതിന്റെ അറക്കുന്ന ഒരു ആയത്താണ് ഇവിടെ പറയുന്നത്. ക്രൈസ്തവരുടെയും യഹൂദരുടെയും പക്കലുള്ള, അവരുടെ കൈകളിലുള്ള വേദഗ്രന്ഥത്തിൽ എന്ന് വായിക്കുന്നു. ഓക്കെ, ഞാന് ഒരു കാര്യത്തോടെ ഞാൻ ഇത് വായിക്കാം. നിങ്ങൾ ഇതിനോട് ചേർത്ത് ഒരായത്തോടെ ഒന്ന് വായിച്ചേരെ. 10-94 ഒന്ന് വായിക്കാവോ? 10-94. ഒരു മിനിറ്റ്, നിങ്ങളുടെ കയ്യിലുള്ളത് തൗറാത്തും ഇഞ്ചീലും തന്നെയല്ലേ നിങ്ങൾ പറയല്? തൗറാത്ത് ഇഞ്ചീൽ എന്നുള്ള തന്നെയല്ലേ നിങ്ങൾ പ്രയോഗിക്കാറ് അറബികള്? നിങ്ങൾ മലയാളത്തിൽ ബൈബിൾ എന്നേ പറയുള്ളൂ, അവർ ഇഞ്ചീൽ എന്നൊക്കെ പറയും. ബ്രദറെ, തോറ എന്ന് പറയുന്നത് ബേസിക്കലി ബുക്ക് ഓഫ് മോസസ്, അല്ലെന്നുണ്ടെങ്കിൽ പെന്റാറ്റുക്, പഴയ നിയമ പുസ്തകത്തെ യഹൂദർ തോറ എന്നാണ് പറയുന്നത്. ഓക്കെ, പഴയ യഹൂദർ എന്ന് മാത്രമല്ല, നമുക്കും അത് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇഞ്ചീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അതിന്റെ ഇത് ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇഞ്ചീൽ സുവിശേഷം അല്ലെങ്കിൽ ഗോസ്പൽ, അത് തന്നെ, അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് ഇപ്പോ വിഷയത്തിൽ നമുക്ക് പരമാവധി ഉറച്ചു നിന്ന് വെച്ച് നമുക്ക് മുമ്പോട്ട് പോയാലോ? പക്കലുള്ള തൗറാത്തും ഇഞ്ചീലും. 7-ാമത്തെ സൂറ 157 ആയത്ത് 1 മുതൽ 1 വരെ. 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 7-ാമത്തെ സൂറ 157 ആയത്ത് 1 മുതൽ
എക്സാക്ട്ലി, അതെ. അതായത് മുഹമ്മദിന്റെ ജീവിത കാലഘട്ടത്തില് മുഹമ്മദിന്റെ ചുറ്റുപാടും താമസിച്ചിരുന്ന യഹൂദരുടെയും ക്രൈസ്തവരുടെയും പക്കലുള്ള ഇഞ്ചീല്. ഓക്കെ, തൗറാത്ത് ഇഞ്ചീൽ. ഇത് നിങ്ങൾ അതിനെ ആ തൗറാത്ത് ഇഞ്ചീൽ എന്നാണ് വിളിക്കുന്നത്. അത് തെറ്റ് തിരുത്തിയതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അതിനെ വിളിക്കുന്നത് തൗറാത്ത് ഇഞ്ചീൽ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ചിന്തിക്കുന്നത്? ഈ തൗറാത്ത് എന്ന് പറയുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളേ ഉള്ളൂ. ഈ പ്രവചന പുസ്തകങ്ങളൊന്നും തൗറാത്തിൽ പെടുന്നതല്ല. അതെ, അതാണ് ഞാൻ പറഞ്ഞ ബുക്ക് ഓഫ് മോസസ് എന്ന് പറയുന്നത് പെന്റാടൂക്കിനെ കുറിച്ച് പറയുന്നതാണത്. എനിവേ, നമുക്ക് ആ വിഷയത്തിൽ അത് അങ്ങോട്ട് പോകണ്ട അലൻ ബ്രദറെ. ഇപ്പൊ തൽക്കാലം ഇദ്ദേഹത്തിന് അത്രയും ഡീറ്റെയിൽ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോവാത്തെ. എനിവേ, ഒരു പോയിന്റ് അപ്പോ പറഞ്ഞോട്ടേക്ക് ഇപ്പൊ പറഞ്ഞോളൂ. ബ്രദറെ ശ്രദ്ധിക്കുക. ആ, തൗറാത്ത് ഇവര് പറഞ്ഞത് കറക്റ്റാണ്. തോറ എന്ന് പറഞ്ഞാല് നിയമം അല്ലെങ്കിൽ നിയമസംഹിത എന്നൊക്കെ അർത്ഥം വരും. അപ്പം അത് 5 പുസ്തകങ്ങളാണ് തോറ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം വരുന്നത്. പക്ഷേ അന്നത്തെ കാലത്തെ അറബികൾ, 7-ാം നൂറ്റാണ്ടിലെ അറബികൾ ഇന്ന് നമ്മൾ കാണുന്ന എൻറ്റയർ ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പഴയ നിയമത്തിനെ അവർ പൊതുവെ വിളിച്ചിരുന്ന ഒരു പേരാണ് തോറ. തൗറാത്ത് എന്നുള്ളത്. ഓക്കെ, അതെ, യാ, താങ്ക് യു ജയ് ബ്രദറെ. ആർ ബ്രദറെ, അപ്പൊ ഇതുവരെ നമ്മൾ വായിച്ച് കണ്ട് കേട്ട് വന്നതിനകത്ത് എവിടെയെല്ലാം ഖുറാനില് തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും അതല്ലെങ്കിൽ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലുള്ള പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ഇതുവരെ പറഞ്ഞു വന്നത് ഇത് ശരിയാണെന്നും അത് ദൈവികമാണെന്നും അത് അവരുടെ പക്കലുണ്ട്, അവരുടെ കൈകളിൽ ഉണ്ട് എന്നുമാണ് പറഞ്ഞത്. ഇനി അവരുടെ കൈകളിൽ ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ ആയത്തും കൂടി ഒന്ന് വായിക്കാവോ? 10:94 കൂടി ഒന്ന് വായിക്കാവോ? അവരുടെ കൈകളിൽ അതുണ്ട്. അവരുടെ കൈകളിലുള്ളത് അവർ തിരുത്തിയിട്ടുള്ളതല്ല എന്നുള്ളതില്ലല്ലോ ബ്രദറെ, ഞാൻ പറഞ്ഞല്ലോ, ഖുറാനിൽ പറഞ്ഞതെല്ലാം ഇത് ശരിയാണെന്നാണ് ബ്രദറെ പറഞ്ഞത്. അതായത് അവരുടെ കയ്യിലുള്ള പുസ്തകം ശരിയാണെന്നാണ് ഇവിടെ ഇതുവരെ നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്ക്. 3:3 പറയുന്നത് ഇത് ശരിയാണ്, 5:46 പറയുന്നത് അത് ശരിയാണ്, അതുപോലെ തന്നെ 5:47, 5:66, 68, അതുപോലെ തന്നെ 7:157 ഇതിനകത്തൊക്കെ പറയുന്നത് ഇത് ശരിയായതുകൊണ്ടാണ് ഈ ശരിയായ ഇഞ്ചിയിൽ വെച്ച് ഇഞ്ചീലിന്റെ അനുയായികൾ അവരെ ന്യായം വിധിക്കണം, അവരെ ജഡ്ജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഞ്ചീലും തോറയും അല്ലാതെ വേറെ അടിസ്ഥാനമില്ല. അപ്പൊ തെറ്റാണെങ്കിൽ തെറ്റായ അടിസ്ഥാനത്തിൽ അവരോട് നിലനിൽക്കണം എന്ന് ഒരിക്കലും അള്ളാഹു പറയത്തില്ല. ശരിയായതുകൊണ്ടാണ് ക്രൈസ്തവരോടും യഹൂദരോടും പറയുന്നത് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലാണ് നിങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എനിവേ, അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു വന്നതാണല്ലോ. ഈ വാക്യം കൂടി ഒന്ന് വായിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം അതെന്താ എന്താന്നും കൂടെ. 10:94 ഒന്ന് വായിക്കാം. 10:94. 10 ആ തന്നിട്ടുള്ളതാണ്. ഇനി നിനക്ക് നാം അതെ, അവതരിപ്പിച്ചു തന്നതിനെ പറ്റി നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നിനക്ക് മുമ്പ് തന്ന വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിച്ചു നോക്കുക. തീർച്ചയായും നിനക്ക് രക്ഷിതാവിൽ നിന്നുള്ള സത്യം വന്നു കിട്ടിയിരിക്കുന്നു. അതിനാൽ നീ സംശയാലുക്കളുടെ കൂട്ടത്തിലായി പോകരുത്. മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഖുറാൻ ഞാൻ നിനക്ക് അവതരിപ്പിച്ചു തന്നു. അതിനകത്ത് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് വേദം അവതരിപ്പിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്, അത് യഹൂദരും ക്രൈസ്തവരുമാണ്. അവര് മുൻ വേദങ്ങൾ വായിച്ചു വരുന്നുണ്ട്. ഓക്കെ, അവര് ആ പുസ്തകം ഇപ്പോഴും വായിക്കുന്നുണ്ട്. അങ്ങനെ വേദഗ്രന്ഥം വായിച്ചു വരുന്ന വേദക്കാരോട് സംശയം ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സംശയ നിവാരണത്തിന് മുഹമ്മദിനോട് ഒരു മാർഗം അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് ക്രൈസ്തവരോടും യഹൂദരോടും പോയി ചോദിക്കാനാണ് പറയുന്നത്. സംശയ നിവാരണം നടത്താനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവരോട് പോയി ചോദിക്കാൻ പറയുന്നത്? അവരുടെ കയ്യില് ശരിയായ പുസ്തകം ഉണ്ട്. അത് 3:3 ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ, മുൻ വേദങ്ങളെ ശരിവെച്ചുകൊണ്ട് ഇറക്കിയതാണ് ഈ പുസ്തകം. അങ്ങനെ ഇരിക്കെ ഈ പുസ്തകത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയായി എന്ന് ഞാൻ പറഞ്ഞ പുസ്തകത്തെ കുറിച്ച്, അതായത് തോറയും ഇഞ്ചിയിലും അത് വായിച്ചു വരുന്ന ഒരു സമൂഹമുണ്ട്, അവരോട് പോയി ചോദിക്കണം. അപ്പൊ ഈ ആയത്തനുസരിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഖുറാനില് തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും ക്രൈസ്തവരുടെ കയ്യിലുള്ളത് എന്ന് മാത്രമല്ല, ക്രൈസ്തവർ മുഹമ്മദിന്റെ സമയത്ത് വായിച്ചു വരുന്ന ആ പുസ്തകം ശരിയാണ് എന്നാണ്
അതിനകത്ത് പറയുന്നത്. ഓക്കെ, താങ്കൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ. ഓക്കെ, ഇനി ഞാൻ തൽക്കാലം നിർത്തുക ബ്രദറെ, കാരണം വെച്ചാൽ എനിക്ക് ഇച്ചിരി വേറെ പരിപാടികളുണ്ട്, അതുകൊണ്ടാണ്. എങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ, താങ്കളോട് സംസാരിച്ചത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഈ വായിച്ച പുസ്തകത്തിൽ നിന്നെല്ലാം, ഈ ആയത്തുകളിൽ നിന്നെല്ലാം താങ്കൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. ഒന്ന്, തോറയും ഇഞ്ചിയിലും അവതരിപ്പിച്ചത് അള്ളാഹു ആണെന്നുള്ളത് മനസ്സിലായല്ലോ, ഇത് ദൈവികമാണെന്ന് മനസ്സിലായല്ലോ. അതെ ഞാൻ ചോദിച്ചതിന് യെസ് നോ പറഞ്ഞു പോകാവോ? അതെ യെസ്. എനിക്ക് ഓക്കെ, കുറച്ചുകൂടി കാര്യം ഇനി പറയാൻ ഓക്കെ കുഴപ്പമില്ല ബ്രദറെ. എങ്കിലും ഞാനൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ താങ്കൾക്ക് വീണ്ടും ചോദിക്കാം, കുഴപ്പമില്ല. എങ്കിലും താങ്കൾക്ക് ഈ വായിച്ച ആയത്തുകളിന്റെ അടിസ്ഥാനത്തിൽ, ഈ വായിച്ച ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തോറയും ഇഞ്ചിയിലും ദൈവികമാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. രണ്ട്, ഇത് ക്രൈസ്തവരുടെ കയ്യില് സുരക്ഷിതമായി മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായല്ലോ. അങ്ങനെ പറയാന് വ്യക്തമല്ല. ഓക്കെ, എന്നാൽ നമുക്ക് ആ വിഷയത്തിൽ വീണ്ടും നമുക്ക് സംസാരിക്കാം. കുഴപ്പമില്ല ബ്രദറെ, താങ്കളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. കുഴപ്പമില്ല. മൂന്ന്, ഈ പുസ്തകം ആധികാരികമാണ് എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണല്ലോ ക്രൈസ്തവരോട് പറയുന്നത്, ഇഞ്ചീലിന്റെ അനുയായികളെ, നിങ്ങൾ ഈ പുസ്തകം വെച്ച്, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്ന പുസ്തകം വെച്ച് നിങ്ങൾ വിധിക്കുവാനായിട്ട് പറയുന്നുണ്ടല്ലോ. അത് ആധികാരികമാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ? അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഇഞ്ചിയിലും തോറയുമാണ് നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്, ഇഞ്ചിയിലും തോറയും അല്ലാതെ നിങ്ങൾക്ക് വേറൊരു അടിസ്ഥാനവുമില്ല എന്ന് പറയുന്നത് ഇതിന്റെ ആധികാരികതയെ കുറിക്കുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ വിഷയം മനസ്സിലാക്കുന്നതിൽ? അല്ല, അതില് വേറൊരു ഹദീസ് വെച്ച് നോക്കുമ്പോ അതിൽ സംശയമുണ്ട്. നോ, ഹദീസിലോട്ട് നമുക്ക് പോകാം ബ്രദറെ, ഒരു കുഴപ്പമില്ല, ഹദീസുകളിലേക്ക് നമുക്ക് പോകാം. പക്ഷെ ഞാൻ ഒത്തിരി നേരമല്ലേ നമ്മൾ തുടങ്ങിയിട്ട്. എങ്കിലും നമ്മൾ ഈ വായിച്ച ആയത്തുകൾ മാത്രം വെച്ച് നോക്കുമ്പോൾ ഖുറാൻ എന്താണ് തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും പറയുന്നത്, ഹദീസുകൾ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോ തൽക്കാലം നമ്മൾ ഖുറാൻ, നമ്മൾ കുറച്ച് ആയത്തുകൾ വായിച്ചു. അതായത് ഖുറാനില് 12 സ്ഥലത്താണ് തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ആ 12 സ്ഥലങ്ങളിൽ നിന്ന് ഒരു 8ഓ 9ഓ, ബാക്കിയുള്ളതും വേണമെങ്കിൽ നമുക്ക് വായിക്കാം, പക്ഷെ സമയം സേവ് ചെയ്യാനായിട്ട് ഞാൻ തൽക്കാലം വായിക്കുന്നില്ല. എനിവേ, ഈ വായിച്ച ആയത്തുകളിൽ നിന്നൊക്കെ ഒരു കാര്യം നമുക്ക് മനസ്സിലായതാണ് ഞാൻ താങ്കളോട് പറയുന്നത്. ഇത് ദൈവികമാണ്, അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയതാണെന്ന് താങ്കൾക്ക് മനസ്സിലായി. രണ്ട്, ഇതിന് ആധികാരികതയുണ്ടെന്ന് മനസ്സിലായി. ശരിയല്ലേ? നിങ്ങളോട് നിങ്ങൾ അവതരിപ്പിച്ചത് മനസ്സിൽ വിധിക്കുക എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ വിധിക്കുന്നില്ല, ബൈബിളിൽ ഉള്ളത് പോലും നിങ്ങൾ വിധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അതെ. അപ്പൊ അതായത് ഇപ്പൊ അവരങ്ങനെ ചെയ്യുന്നില്ലെന്ന് കൂട്ടിക്കോട്ടെ, ക്രൈസ്തവർ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് കൂട്ടിക്കോട്ടെ, പക്ഷെ എങ്കിലും അവരോട് പറയുന്ന സന്ദേശം എന്താണ്? അവരുടെ കയ്യിലുള്ളത് വെച്ച് വിധിക്കാനല്ലേ പറയുന്നത്? അതെ, അപ്പൊ അതിന് ആധികാരികത ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ആ പുസ്തകത്തിന് ആധികാരികത ഉണ്ടെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? അവരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഇന്നും ബൈബിൾ അനുസരിച്ച് ജീവിക്കാത്ത ഒത്തിരി ക്രൈസ്തവർ എന്നുള്ള പേരിൽ ജീവിക്കുന്നവർ ഉണ്ടാവും. നമുക്കൊക്കെ കുറവുള്ളവരാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ട് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ബുക്കിന് എന്തെങ്കിലും കുറവുണ്ട് എന്നുള്ളതല്ലല്ലോ. അത് ഞാൻ ആദ്യം താങ്കളോട് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ അതിന് ആധികാരികത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ, ശരിയല്ലേ? അതില് മുഴുവൻ ആധികാരികതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ വായിച്ച വാക്യങ്ങൾ അപ്പൊ താങ്കൾ വിശ്വസിക്കുന്നില്ലേ? അതായത് തോറയും ഇഞ്ചിയിലും ശരിയാണ് എന്ന് ഖുറാൻ പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നില്ലയോ? ആ വാക്യത്തിൽ നിന്ന് അത് മുഴുവനായിട്ടും ആധികാരികതയുള്ളതാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ഇപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാണ്. ഈ മുഹമ്മദിന്റെ കാലഘട്ടത്തില് ക്രൈസ്തവരുടെ പക്കൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പഴയ നിയമവും മുഴുവൻ പുതിയ നിയമവും അടങ്ങിയ പുസ്തകമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് വേറൊരു വലിയ വിഷയമായി പോകാതിരിക്കാൻ ഞാൻ താങ്കളോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ക്രൈസ്തവരുടെ പക്കൽ ഉണ്ടായിരുന്ന ഏത് പുസ്തകമാണോ അത് ശരിയാണ് എന്നാണ് ഖുറാൻ പറയുന്നത്. ക്രൈസ്തവരുടെ പക്കലുള്ള അതുമായിട്ട് വിധിക്കാനാണ് നബി തങ്ങള് ഇസ്ലാമിക ഭരണകൂടം ക്രൈസ്തവരുമായിട്ട് വിധിക്കുക, മുസ്ലിങ്ങൾ ഖുർആനുമായിട്ട് വിധിക്കുക, കോടതി ഒക്കെ അങ്ങനെയുള്ളതാണ്, രീതിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മതത്തിലുള്ളത് പോലും വിധിക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശമാണ് എനിക്ക് മനസ്സിലാകുന്നത്.
കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ പറയട്ടെ ബ്രദറെ, നമ്മള് പഠിക്കുന്നത് ഖുറാനിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതല്ലേ. അപ്പൊ നമുക്ക് എഴുതിയിരിക്കുന്നതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഞാനോ നിങ്ങളോ പറയണ്ട. എനിക്കും വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാം, പക്ഷെ അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഖുറാനിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് ശരിയാണ് എന്ന് പറയുന്നു. എന്താണ് അവതരിപ്പിക്കപ്പെട്ടത്? തോറയും ഇഞ്ചിയിലുമാണ്. അപ്പുറത്തേക്ക് ബ്രദറെ, പറഞ്ഞെങ്കിൽ നിങ്ങൾ അവതരിക്കപ്പെട്ടത് ശരിയാണ് എന്ന് ഖുറാനിലോ? എങ്ങനെ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടത് ശരിയാണ്. എഴുതിയിട്ടുണ്ട് ബ്രദറെ, എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇതെല്ലാം എടുത്തു വായിച്ചു കേൾപ്പിക്കുന്നത്. അതായത് ക്രൈസ്തവരുടേക്കും യഹൂദർക്കും അവതരിപ്പിക്കപ്പെട്ടത് ശരിയാണ് എന്ന് പറയുന്ന ഖുറാൻ ആയത്തുകൾ ഞാൻ താങ്കളെ വായിച്ചു കേൾപ്പിച്ചല്ലോ. നിങ്ങളുടെ ഇനി മുൻകാലക്കാർക്ക് അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിനുള്ള സത്യസന്ദേശമാണ്. ഓക്കെ, അതെ. ഇനി അത് ആരെങ്കിലും നിഷേധിച്ചാൽ അവർക്ക് ശിക്ഷയും ഉണ്ടെന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ശരിയല്ലേ? അത് ശരിയാണെന്ന് മാത്രമല്ല, ബ്രദറെ, ഈ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലുള്ള പുസ്തകം ശരിയാണ് എന്ന് മാത്രമല്ല, അത് നിഷേധിക്കുന്നവർക്ക് ശിക്ഷയും ഉണ്ട് എന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ശരിയല്ലേ? താങ്കൾ അത് കേട്ടിരുന്നല്ലോ. ഇതില് നിങ്ങൾ പറയുമ്പോ ഒരു വ്യത്യാസമുണ്ട്. ക്രൈസ്തവർ എന്താണ് മുൻകാലക്കാർക്ക് അവതരിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവിടെ ഈസാ നബിക്ക് പറഞ്ഞു കൊടുത്തുള്ള യാതൊരു തെറ്റുമില്ല, ഒരു വർഷം പോലും തെറ്റില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ക്രൈസ്തവരുടെ കയ്യിലുള്ളത് എന്ന് പറയുമ്പോൾ അത് മാറ്റം വരുത്തിയതാണ് എന്നുള്ളതിൽ. ബ്രദറെ, ഓക്കെ, നിങ്ങൾ ഈ RT എന്ന് പറയുന്ന സഹോദരൻ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിശ്വസിച്ചോ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഖുറാനിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ക്രൈസ്തവരുടെയും യഹൂദരുടെയും ഉള്ളത് എന്ന് പറയുന്നില്ലല്ലോ. പറയുന്നുണ്ട് ബ്രദറെ, പറയുന്നുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തന്നല്ലോ, പല ആയത്തുകൾ എടുത്ത് കാണിച്ചു തന്നല്ലോ. 7:57 ഒന്ന് വായിച്ചേ. 7:57 ഒന്ന് വായിച്ചേ. സോറി, 7:157. 7:157 ഒന്ന് വായിച്ചേ. അല്ല, 5:47 10:94 ഏതെങ്കിലും. അതേന്നേ. പക്ഷെ ഇവിടെ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാ. 2:100, 101 ഉണ്ട്. ഇതൊക്കെ വായിച്ചാൽ മതി ബ്രദറെ. അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. അവരുടെ പക്കൽ നിന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ബ്രദറെ, ഒത്തിരി ആയത്തുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഓരോന്നെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. എത്ര പറഞ്ഞത്? 157 അവരുടെ പക്കലുള്ള ശരിയാണ് പറയുന്നുണ്ടോ ബ്രദറെ? അവിടെ പറയുന്നത് നിങ്ങളുടെ പക്കൽ അല്ലേ, നിങ്ങളുടെ പക്കൽ വേദഗ്രന്ഥം ഉണ്ടെന്ന് പറയുന്നുണ്ടോ? അവരുടെ കയ്യിൽ വേദഗ്രന്ഥം ഉണ്ടോ? അവരുടെ പക്കലുള്ള തൗറാത്തും ഇഞ്ചിയിലും ശരിയാണ് എന്നതിൽ പറയുന്നില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം ബ്രദറെ. പക്ഷെ അവരുടെ പക്കൽ ഒരു സാധനം ഉണ്ടോ? അവരുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ തൗറാത്ത് ഇഞ്ചിയിലാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ട് ബ്രദറെ. ഞാൻ ചോദിക്കുന്നത് 7:157 മുഹമ്മദിന്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെയും യഹൂദരുടെയും പക്കൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് ഉണ്ടായിരുന്നത്? അവരുടെ പക്കൽ തൗറാത്തും ഇഞ്ചിയിലും ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഓക്കെ, അത് ശരിയാണെന്ന് താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതിൽ പറയുന്നില്ലല്ലോ, ഖുറാനിൽ പറയുന്നത് മാത്രമേ ചർച്ച ചെയ്താൽ പോരെ. ഓക്കെ, എന്നാ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ 29:46 ഒന്ന് എടുത്തേ. എനിക്ക് ആക്ച്വലി സമയം ഇച്ചിരി അഭാവം ഉണ്ടെങ്കിലും പെട്ടെന്ന് എടുത്ത് വായിച്ചേ. 29:46 ഒന്ന് എടുത്ത് വായിച്ചേ. വേദ 46 അല്ലേ? ഓക്കെ. വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത്, അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരോടൊഴികെ. നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആരാധന ഒരുവനുമാകുന്നു, അവന് കീഴ്പ്പെട്ടവരും. ഓക്കെ, ഇവിടെ അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ് പറയാണ്, എന്താണ് പറയുന്നത്? വേദക്കാരോട് പറയുക. വേദക്കാരാരാണെന്ന് അറിയാമല്ലോ അല്ലേ? ക്രൈസ്തവരും യഹൂദരും, ശരിയല്ലേ? ഓക്കെ, ക്രൈസ്തവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ക്രൈസ്തവർക്കും യഹൂദർക്കും അവതരിപ്പിക്കപ്പെട്ടത്, അതിന്റെ പേരെന്ന് പറയാവോ ബ്രദറെ? ഓക്കെ, വെരി ഗുഡ്. തോറാത്തും ഇഞ്ചിയിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും. ഇനി ഞങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ മുഹമ്മദിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതെന്താണ്?
ഖുറാൻ. ഖുർആൻ. ഓക്കെ. അപ്പോ ഇവിടെ പറയാണ്, വേദക്കാരോട് പറയുക, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുക. അപ്പോൾ മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ക്രൈസ്തവരുടെയും യഹൂദരുടെയും 7:157 കണ്ടതുപോലെ അവരുടെ പക്കലുള്ള വേദഗ്രന്ഥം അത് തിരുത്തപ്പെട്ടതായിരുന്നുവെങ്കിൽ അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമായിരുന്നോ? തെറ്റായ ഒന്നിൽ വിശ്വസിക്കാൻ, ഒരു മിനിറ്റ്, തെറ്റായ ഒന്നിൽ വിശ്വസിക്കാൻ അള്ളാഹു നിങ്ങളോട് പറയൂ? പറഞ്ഞിട്ടില്ലല്ലോ. തിരുത്തപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ഓക്കെ, അവതരിക്കപ്പെട്ട മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. തിരുത്തപ്പെട്ടതിൽ അതെ, വിശ്വസിക്കും ഓക്കെ. ശരിയായതിൽ വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. വിശ്വസിക്കുന്നുണ്ടല്ലോ. ആരും സമ്മതിച്ചു തരും. കേൾക്കൂ. ശരിയായതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ പറയുന്നത് ക്രൈസ്തവർക്കും യഹൂദർക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിലല്ലേ? ശരിയാണെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഓക്കെ, കേൾക്കൂ ബ്രദറെ, മതി. താങ്കൾ പറയുന്നത് ശരിയാണ് ബ്രദറെ, താങ്കൾ പറയുന്നത് ശരിയാണ്. ക്രൈസ്തവർക്കും യഹൂദർക്കും അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയായതുകൊണ്ടാണ്. 3:3 നമ്മൾ വായിച്ചു. 3:3 നമ്മൾ വായിച്ചു, മുൻ വേദങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് ഈ പുസ്തകം ഇറക്കുന്നത് അല്ലെങ്കിൽ ഖുറാൻ ഇറക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇനി അടുത്ത കാര്യം പറഞ്ഞു, ക്രൈസ്തവർ അല്ലെങ്കിൽ ഇഞ്ചീലിന്റെ അനുയായികള് ന്യായം വിധിക്കേണ്ടത് അവരുടെ കയ്യിലുള്ള ഇഞ്ചീൽ വെച്ചുകൊണ്ടാണ്. ശരിയല്ലേ? ഓക്കെ. അടുത്തത് മുഹമ്മദിനോട് പറഞ്ഞു, നിനക്ക് ഈ പുസ്തകത്തെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ വായിച്ചു വരുന്ന വേദക്കാരോട് ചോദിക്കാൻ പറഞ്ഞു. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ആ വേദം തെറ്റാണെങ്കിൽ തെറ്റായ ഗ്രന്ഥം വായിച്ചു വരുന്നവരോട് പോയി പഠിക്കാൻ അള്ളാഹു മുഹമ്മദിനെ പറഞ്ഞു വിടുവോ? വായിച്ചു വരുന്നവരോട് ഇല്ലല്ലോ. വായിച്ചു വരുന്നവരോട് അതിന്റെ തെറ്റുകൾ എല്ലാം മനസ്സിലാക്കിയതായിരിക്കും. ബ്രദറെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് മുഹമ്മദിന്റെ കാലഘട്ടത്തില് മുൻ വേദങ്ങൾ വായിച്ചു വരുന്ന ജനങ്ങളോട് പോയി നീ പഠിക്ക്, അല്ലെങ്കിൽ തോറാത്തും ഇഞ്ചിയിലും വായിച്ചു വരുന്നവരോട് പഠിക്കൂ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പുസ്തകം തെറ്റാണെങ്കിൽ തെറ്റായ ഒന്ന് വായിച്ചു വരുന്നവരോട് പോയി പഠിക്കാൻ അള്ളാഹു മുഹമ്മദിനും പറഞ്ഞു കൊടുക്കുവോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ വായിച്ചു വരുന്ന പുസ്തകം ശരിയാണ്. കറക്റ്റ്. അതായത് ബൈബിളിനെ കുറിച്ച് വലിയ ജ്ഞാനമുള്ളവരെന്നാണല്ലോ അതിന്റെ അർത്ഥം, അല്ലേ? എന്തോ ആയിക്കോട്ടെ ബ്രദറെ, എന്തോ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ എനിക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് മുൻ വേദങ്ങൾ വായിച്ചു വരുന്നവരോട് പോയി നീ സംശയം ചോദിക്കൂ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കൂ. അപ്പൊ തെറ്റായ ഒന്ന് പഠിച്ചു അല്ലെങ്കിൽ തെറ്റായ ഒന്ന് വായിച്ചു വരുന്നവരോടാണ് പോയി അള്ളാഹു സംശയം ചോദിക്കാൻ പറഞ്ഞത് എന്നുള്ള അഭിപ്രായം താങ്കൾക്കില്ല. മറിച്ച് ശരിയായ ഒന്ന് വായിച്ചു വരുന്നവരോട് പോയി സംശയം ചോദിക്കാനാണ് അള്ളാഹു പറയുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ താങ്കൾക്ക് മനസ്സിലായി കാണും, ക്രൈസ്തവരുടെ കൈകളിൽ മുഹമ്മദിന്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലുള്ള പുസ്തകത്തെക്കുറിച്ച് മുഹമ്മദ് സാക്ഷ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നത്, ഒന്ന്, അത് ശരിയാണ്. എവിടെ എഴുതിയിരിക്കുന്നു? 3:3 എഴുതിയിരിക്കുന്നു. 5:46 പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 5:47 പറയുന്നു ഇത് ആധികാരികമാണ്, അതുകൊണ്ട് തന്നെ ഇഞ്ചീലിന്റെ അനുയായികൾ ഇതനുസരിച്ച് വേണം ന്യായം വിധിക്കാനായിട്ട്. അതുപോലെ തന്നെ 5:66 ഖുറാനിൽ നോക്കുമ്പോൾ ക്രൈസ്തവരുടെ കയ്യിലുള്ളത് എന്ന് പറയുന്നില്ല. നിങ്ങൾ പറയുന്ന നബിയെ സംശയമുണ്ടെങ്കിൽ കിതാബുകൾ. ഓക്കെ ബ്രദറെ, ഒരു മിനിറ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ എടുത്ത് 2:89 ഒന്ന് വായിച്ചേ താങ്കൾ. അവരുടെ കൈകളിൽ ഉള്ളതെന്ന് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബ്രദറെ. 2:89 പെട്ടെന്ന് വായിച്ചേ. അവരുടെ കൈകളിൽ അത് ശരിയാണ്, മാർഗദർശനമാണെന്ന് പറയുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഞാൻ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ പറയുന്നത്? നമുക്കത് വായിക്കാമെന്നേ. പ്ലീസ് താങ്കൾ അത് എടുത്ത് വായിക്കൂ. 2:179
129 അല്ല, 2:89. 89. അതിലൊട്ടും വായിച്ചതാണല്ലോ അല്ലേ? 2:89 ആ. വായിച്ചോളൂ. അവരുടെ കൈവശമുള്ള വേദത്തെ ശരിവെക്കുന്ന ഒരു ഗന്ധം അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ബേസിക്കലി ഇത് ഖുറാനെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത് താങ്കൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് എടുത്തന്നേ ഉള്ളൂ. അവരുടെ കൈവശമുള്ളത് എന്നിവിടെ എഴുതിയിരിക്കുന്നത് താങ്കൾ കണ്ടോ? അതെ അതെ, ശരിയാണ്. ഓക്കെ, ഇതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യം ഇനി താങ്കൾ ഒന്നുകൂടെ വായിച്ചോളൂ. 2:101 വായിക്കൂ. 2:101. ഓക്കെ. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ദൂതൻ അവിടെ വന്നപ്പോൾ ആ വേദക്കാരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ യാതൊരു പരിചയമില്ലാത്തവരെ പോലെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. ഓക്കെ, മതി. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? അവരുടെ പക്കൽ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? തീർച്ചയായും. ഓക്കെ, 7:157 താങ്കൾ വായിച്ചപ്പോ കണ്ടോ? അതായത് അവരുടെ പക്കൽ ഉള്ള ഗ്രന്ഥം എന്ന് എഴുതിയിരിക്കുന്നത് താങ്കൾ കണ്ടിരുന്നോ? 7:157 താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? അവരുടെ പക്കൽ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? അതെ അതെ. ഓക്കെ, അപ്പോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ പക്കൽ അത് ഈ ഗ്രന്ഥം ഉണ്ടായിരുന്നു. ഞാൻ ഇനി കൺക്ലൂഡ് ചെയ്യാം ബ്രദർ, ഒത്തിരി നേരമായി, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം എന്താണ് പറഞ്ഞതെന്ന്. ഖുറാനില് പല സ്ഥലങ്ങളിലും ഇഞ്ചീലിനെ കുറിച്ചും തോറയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് ക്രൈസ്തവർക്കും യഹൂദർക്കും അവതരിപ്പിക്കപ്പെട്ട പുസ്തകമാണ് എന്ന് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ക്രൈസ്തവരുടെയും യഹൂദരുടെയും പക്കലുള്ള ഗ്രന്ഥം അത് ശരിയാണ് എന്ന് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല അതില് സന്മാർഗമുണ്ടെന്നും അതിൽ പ്രകാശമുണ്ട്, അല്ലെങ്കിൽ സത്യാസത്യങ്ങളെ വിവേചിക്കാനുള്ള പ്രമാണമാണ് അത് എന്നും പറയുന്നുണ്ട്. അതിനെ ധിക്കരിക്കുന്നവർ, അതിനെ അനുസരിക്കാത്തവർക്ക് ശിക്ഷയുണ്ട് എന്നും പറയുന്നുണ്ട്. മാത്രമല്ല ക്രൈസ്തവരെ സംബന്ധിച്ചും യഹൂദരെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിന് അടിസ്ഥാനം തോറയും ഇഞ്ചീലും ആണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇത് പണ്ടെങ്ങോ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പുസ്തകമല്ല, അവർ അന്ന് വായിച്ചു വരുന്ന ഒരു പുസ്തകമായിരുന്നു എന്ന് ഖുറാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുറാൻ പറയുന്നത് മുഹമ്മദിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻ വേദങ്ങൾ വായിച്ചു വരുന്നവരോട് പോയി സംശയം ചോദിക്കാൻ. അപ്പോൾ അത് അവരുടെ പക്കൽ ഉണ്ടായിരുന്നു, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു, അത് അവർ വായിക്കുന്നുണ്ടായിരുന്നു. മുഹമ്മദിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കേണ്ടത് ഈ ക്രൈസ്തവരോട് അല്ലെങ്കിൽ യഹൂദരോടാണ് എന്ന് ഖുറാൻ പറയുന്നു. അങ്ങനെയെല്ലാം ഇതിൽ ഖുറാനിൽ നിന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചെടുത്ത ഒരു സംഭവമാണ് ഏതാണ് ബ്രദറെ? ക്രിസ്ത്യാനികൾക്കും ജൂതന്മാരുടെയും കയ്യിലുള്ളത് ശരിയാണ് എന്ന് നിങ്ങൾ പറയുന്നത്. അത് കൃത്യമായിട്ട് അങ്ങനെ പറയുന്നില്ല ഖുറാനിൽ. ഖുറാനിലുള്ളത് മാത്രം സംസാരിക്കാമെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. അപ്പം അതൊരു വ്യാഖ്യാനം മാത്രമാണ്. ഒരു മിനിറ്റ്, ഏത് വാക്യത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? അതായത് ഇങ്ങനെ ഖുറാനിൽ പറയുന്നുണ്ടോ യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും പക്കലുള്ളത്, അവരുടെ പക്കലുള്ളത് ശരിയാണ് എന്ന് ഖുറാനിൽ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം വായിച്ചു കേൾപ്പിച്ചു ബ്രദറെ? നമ്മള് ബ്രദറെ ശ്രദ്ധിക്കുക, ഒരൊറ്റ പോയിന്റ് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾ ആക്ച്വലി നിങ്ങളോട് തന്നെ ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആർഗ്യുമെന്റ്. ഒരു സെക്കൻഡ് ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ ബ്രദറെ. പോവാണോ? ബാങ്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ വരാം. ഓക്കെ, ഞാൻ ഒരു 10 സെക്കൻഡേ എടുക്കുള്ളൂ, പറയട്ടെ. ബാങ്ക് കൊടുക്കാനായി, ടൈം ആയി. ഞാൻ ബാങ്ക് കൊടുത്തിട്ട് വരാം. ഓക്കെ, പുള്ളി കേൾക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. ഇത്രേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇദ്ദേഹത്തിനോട് നമുക്കും പറയാനുള്ളത്. ഇവരുടെ ഏത് വേർഷൻ ഖുറാനുകൾ എടുത്തു നോക്കിയാലും, ഹഫ്സ് ആയിക്കോട്ടെ, വർഷ ആയിക്കോട്ടെ, കാലൂൺ ആയിക്കോട്ടെ, ഏത് എടുത്തു നോക്കിയാലും അതിൽ ഒരിടത്തും തന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റിലോ ന്യൂ ടെസ്റ്റ്മെന്റിലോ അല്ലെങ്കിൽ തോറാത്തിലോ ഇഞ്ചീലിലോ ടെക്സ്റ്റൽ കറപ്ഷൻ ഉള്ളതായിട്ട് ഒരു വേഴ്സ് പോലും പറയുന്നില്ല.
ഇനി മുഹമ്മദിന്റെ ഒരു 10-15 ഹദീസ് എടുത്തോ, സഹീ ബുക്കാരി എടുത്തോ, മുസ്ലിം എടുത്തോ, ഇബ്നു മാജ എടുത്തോ, തിർമിദി എടുത്തോ, ഏത് വേണമെങ്കിലും എടുത്തോ. മുഹമ്മദിന്റെ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ മുഹമ്മദ് ചിക്കൻ തിന്നു, മുഹമ്മദ് എത്ര വെള്ളം കുടിച്ചത് ഇങ്ങനെ, മുഹമ്മദ് അങ്ങനെ ചെയ്തു, മുഹമ്മദ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെയുള്ള 10,000-കണക്കിന് ഹദീസുകൾ എടുത്തു നോക്കിയാലും അതിനകത്ത് ഒരെണ്ണം പോലും ഇല്ല എന്തില്ല, ടെക്സ്ച്വൽ കറപ്ഷൻ നടത്തി, ക്രിസ്ത്യാനികളോ ജൂതന്മാരോ അവരുടെ പുസ്തകത്തിൽ ടെക്സ്ച്വൽ കറപ്ഷൻ നടത്തി എന്ന് മുഹമ്മദ് പറഞ്ഞു എന്ന് പറയുന്ന ഒരൊറ്റ സഹി ഹദീസ് കാണിച്ചു തരാൻ പറ്റില്ല. ഇവരുടെ ഈ പ്രമുഖ ബുക്കുകളിൽ ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തിർമിദി എക്സെട്ര ടെക്സ്ച്വൽ കറപ്ഷൻ നടന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് പറഞ്ഞു എന്ന് പറയുന്ന അതിന്റെ ആ ഓഡ്സ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഓഡ്സ് എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി, അതായത് 10,000-കണക്കിന് ഹദീസുകളിൽ ഒരെണ്ണം പോലും ഇല്ലാന്ന് മനസ്സിലാക്കൂ. ഒരെണ്ണം പോലും അങ്ങനെ പറയുന്നില്ല. ഇനി ഹലോ മറിച്ച് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ബ്രദറെ. ഹലോ പറഞ്ഞു തീർത്തോട്ടെ. ജെസി ബ്രദർ പറഞ്ഞോ, അദ്ദേഹത്തിന് ചിലപ്പോൾ മറിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹദീസുകൾ ഉണ്ട് താനും. അതായത് അബീദാവൂദ് 3449 ഹലോ ബ്രദറെ ഞാൻ സംസാരിച്ചു തീർക്കട്ടെ. അബീദാവൂദ് 3449 ഹസനാണ്, ഗുഡ്. അതായത് മുഹമ്മദിന് മുന്നിൽ ഒരു തോറ കൊണ്ടുവരുമ്പോൾ മുഹമ്മദ് അതെടുത്ത് തലയണയുടെ മേളിൽ വെച്ചിട്ട് ഇതിലും ഇത് അയച്ചവനിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഇവരുടെ ഹദീസ് പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർ സെൻട്രൽ ആർഗ്യുമെന്റ് ആയിട്ട് വെക്കുന്ന ടെക്സ്ച്വൽ കറപ്ഷനുള്ള ആർഗ്യുമെന്റ് ആണ്. അത് ഇവരുടെ പുസ്തകത്തിൽ, അത് നെയ്തർ ഖുറാന്റെ ഏതെങ്കിലും വേർഷനിൽ നിന്നോ സഹീഹായിട്ടുള്ള മുഹമ്മദ് പറഞ്ഞു എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസിന്ന് അവർക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇവരുടെ തന്നെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നുമുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു കൊടുത്താലും ഈ പണ്ഡിതന്മാര് റീഡിങ് ഇൻ ടു ദ ടെക്സ്റ്റ് എന്ന് പറയും. അതായത് ഇപ്പം നമുക്ക് ഇവരുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റ് കുത്തി തിരികിയിരിക്കുകയാണ്. എല്ലായിടത്തും 1000-കണക്കിന് ബ്രാക്കറ്റുകളാണ്. അപ്പൊ ബ്രാക്കറ്റ് വെച്ചിട്ട് ഒരു കാര്യത്തിന്റെ അർത്ഥത്തിനെ വ്യാഖ്യാനിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2-79 ഒക്കെ ഇവരെടുത്തോണ്ട് വരുന്നത്. പക്ഷെ 2-78 ആ സമയത്ത് വായിക്കില്ല. എന്നിട്ട് 2-79 മുഴുവൻ ബ്രാക്കറ്റ് കുത്തിക്കയറ്റും. അപ്പോ ഇതാണ് അതിനകത്തെ പ്രശ്നം ഇരിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവർക്ക് ഇവരുടെ സെൻട്രൽ ആർഗ്യുമെന്റ് ഇവരുടെ പുസ്തകത്തിൽ നിന്ന് നൈദർ ഫ്രം ഇവരുടെ വേർഷൻസ് ഓഫ് ഖുറാൻ, ഹഫ്സ് ആയിക്കോട്ടെ, വർഷ ആയിക്കോട്ടെ, കാലൂൺ ആയിക്കോട്ടെ, ഏതിൽ നിന്നും ആയിക്കോട്ടെ, ടെക്സ്ച്വൽ കറപ്ഷൻ സാധിക്കുക പോസിബിൾ അല്ല. പിന്നെ സഹീഹായിട്ടുള്ള ഹദീസുകളിൽ നിന്ന് ബുഖാരി, മുസ്ലിം, ഇബ്നു മാജ, തിർമിദി, അബീദാവൂദ്, അതിനകത്ത് ഒരെണ്ണത്തിൽ പോലും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ടെക്സ്ച്വൽ കറപ്ഷൻ നടന്നു എന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് പറ്റില്ല. ഓക്കെ, താങ്ക് യു ഹലോ ജെസി ബ്രദർ, താങ്ക് യു. ആർ ബ്രദറെ നമുക്ക് ഇനി ഒത്തിരി നേരം സംസാരിക്കാമായിരുന്നു. പക്ഷേ ഇപ്പൊ തൽക്കാലം ഞാൻ നിർത്തുക. ഞാൻ അതിനു മുമ്പ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് താങ്കളുമായിട്ടുള്ള സംസാരത്തെ. തീർച്ചയായും നല്ലൊരു വാദമാണ്. അത് ഞാൻ എന്താണ് കെട്ടിച്ചമച്ചിലുകളോ ആത്മാർത്ഥമായിട്ടുള്ള വാദമാണ് എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. താങ്ക് യു ബ്രദറെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. പിന്നെ നിങ്ങളും വ്യാഖ്യാനമാണ് പറയുന്നത്, പിന്നെ എനിക്ക് വ്യാഖ്യാനം പറയാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. അതെ, ഞാൻ ബ്രദറെ കേൾക്കൂ, ഞങ്ങൾ ഒന്നും വ്യാഖ്യാനിക്കുന്നില്ല ബ്രദറെ. ഓക്കെ, ഞാൻ ഒരു പണി ചെയ്യാം, പ്ലീസ് താങ്കൾ ഒന്ന് നോട്ട് ചെയ്യൂ. എന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും ഓക്കെ, ഒരു വ്യാഖ്യാനവും കൂടാതെ സംസാരിക്കാം. അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഏതായാലും ബാങ്ക് കൊടുത്തു, നിസ്കരിക്കണം, ഞാൻ ഏതായാലും പോവാണ്. താങ്ക് യു. ഓക്കെ, ഈ ആയത്തുകൾ ഒന്ന് നോട്ട് ചെയ്തോണ്ട് പൊക്കോളൂ. ഒരൊറ്റ മിനിറ്റ് എടുക്കത്തുള്ളൂ. താങ്കൾ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്നിട്ട് ഈ ആയത്തുകളൊക്കെ ഒന്ന് വായിച്ചിട്ട് താങ്കൾ അടുത്ത പ്രാവശ്യം പറയണം ഖുറാനില് തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾ
ഞങ്ങളോട് പറയൂ, താങ്കൾ വായിച്ച് ഞങ്ങളെ കേൾപ്പിക്കൂ, എന്നിട്ട് അത് തിരുത്തപ്പെട്ടത് ആണ് എന്നാണോ പറഞ്ഞിരിക്കുന്നത് അതോ തിരുത്തപ്പെട്ടിട്ടില്ല എന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾ പറയൂ. എനിവേ, താങ്കൾ സത്യസന്ധമായിട്ട് ഇവിടെ ഞങ്ങൾ കൈകടത്തലൊന്നും കൂടാതെയാണ് ഇന്ന് സംസാരിച്ചതെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒത്തിരി ഓക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൂടുതൽ പറയുന്നില്ല, എനിക്കും ടൈമില്ല. ഞാൻ ഇവിടെ ഹദീസ് ഇട്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഹദീസ് ഇട്ടിരിക്കുന്നത് സുമനാബി ദാവൂദ് 44-49. അത് നിങ്ങൾ വായിച്ചു നോക്കൂ. ജസി ബദർ പറഞ്ഞ കറക്റ്റ് ഉണ്ട്. ഓക്കെ. ഓക്കെ, താങ്ക് യു ബ്രദേഴ്സ്, താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സഹകരണത്തിന് ഒത്തിരി നന്ദി. ഇറ്റ് വാസ് എ വെരി ഗുഡ് ടൈം. അദ്ദേഹം ഒരു നല്ല പഠിക്കാൻ താല്പര്യത്തോടെ വരുന്ന ഒരു ബ്രദറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അദ്ദേഹം ഒരു ഉസ്താദും കൂടെയാണ്. അപ്പോ ഒരു മുസ്ലിം പള്ളിയുടെ ചുമതലയും കൂടെ ഉള്ള ഒരു സഹോദരനാണ്. ഇപ്പൊ അധികം ഹൈപ്പ് കൊടുക്കണ്ട, ഇനി പുള്ളിക്ക് കോള് വന്ന ആപ്പാടെ ബഹളോ പുള്ളിക്കാരന് ശരിയാ. റൈറ്റ്. 2024 പേഷ്യൻസിനുള്ള നോബൽ പ്രൈസ് എക്യുപ്പന് തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. അല്ല, അതുകൊണ്ട് ഒരു എന്താ പറഞ്ഞേ? അവിടെ തന്നെ വെച്ചേക്ക് കുറച്ച്. ശരിക്കും എനിക്കും അതാ ഓർമ്മ വന്നു, താക്കോല് അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ മറ്റേ വേറൊരു സിനിമയ്ക്കകത്ത് മറ്റേ മമ്മൂക്കയുടെ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ, അതും എനിക്ക് ഓർമ്മ വന്നു. ഓക്കെ. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്കത് മനസ്സിലായില്ല. ജെസി ബ്രദർ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? അതൊരു സിനിമയല്ലോ, താക്കോൽ ഇപ്പൊ എവിടെ ഇരിക്കുന്നതെന്ന് പറയുന്ന ഒരു സിനിമ ഡയലോഗാണ് ഇപ്പൊ അത്. ഓക്കെ. അതായത് ജെസി ബ്രദറെ, നമ്മുടെ പഴയ നസറീൻ ബ്രദർ അല്ലേ? കാക്കക്കുയിൽ സിനിമയിലെ സീൻ അത്. അതെ. ഞാൻ ഇടയ്ക്ക് ഇടുന്നതാ ഉമ്മാര് വരുമ്പോ. ഏതുകൊണ്ട് ബ്രദറെ, പഴയ നസറീൻ ബ്രദർ അല്ലേ ഇപ്പൊ നമ്മുടെ ഏക്ക് ബ്രദർ? കുറെ കഴിയുമ്പോ മാറിക്കോളും. കുറച്ച് കഴിയുമ്പോ ക്ഷമ വിട്ടു പോകുന്നതാ അത്. അല്ലല്ല, ചില സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട്, അയ്യോ പോയി നമ്മുടെ ഏക്ക് ബ്രദറിന്റെ കൈവിട്ട് തുടങ്ങി എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ അതിൽ വിട്ട് പോവാറുണ്ടോ? ഇല്ല ബ്രദറെ, നമ്മള് ഒരേ വിഷയം തന്നെ. ബ്രദർ അങ്ങനെ പോയിന്ന് പറഞ്ഞില്ല, ഒരേ വിഷയം നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് വന്നപ്പോ എന്തോ നമ്മൾ വ്യാഖ്യാനിച്ചതായി. അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഇത്രയും നേരം സ്ട്രെസ് എടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫീലിംഗ് വരുന്നില്ല. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമുക്ക് പുറത്തു വരുന്നത്. അത് അത്രയും കൺട്രോൾ ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ അത്. കാരണം നമ്മളെ പോലുള്ളവർക്ക് സത്യമായിട്ടും ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അതിന്റെ റിസൾട്ട് ജസ്റ്റിൻ ബ്രദർ താങ്ക് യു. അതിന്റെ റിസൾട്ട് കണ്ടായിരുന്നോ? അദ്ദേഹം ഇറങ്ങി പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം കേട്ടായിരുന്നോ? സ്വന്തമായിട്ട് പറഞ്ഞൊരു കാര്യം കേട്ടായിരുന്നോ? അതെ ബ്രദറെ. അങ്ങനെ പറയിപ്പിക്കാൻ പറ്റുന്ന താങ്കളുടെ മാത്രം ഒരു കഴിവ് തന്നെ, സമ്മതിച്ചവര്. അതായത് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു മുസ്ലിം സഹോദരൻ